بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ തോന്നലുകൾ അറിയുന്ന അതിവിശാലമായ ഈ പ്രപഞ്ചത്തിലെ സർവകാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും മരണമില്ലാത്ത, ഒന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും രക്ഷാധികാരിയും പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ തൃപ്തിയും സ്നേഹവും ലഭിക്കുന്നതിനു വേണ്ടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഈ ഒരു ഉത്ബോധന സംസാരത്തിന്റെ ആമുഖവാചകങ്ങളായി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരൻ, ഈ സ്റ്റേജിൽ എന്താണുള്ളത്? ഒരു മൈക്കയും ഒരു സ്പീക്കിംഗ് സ്റ്റാൻഡും ഞങ്ങൾ ഒന്നോ രണ്ടോ പേരുമല്ലാതെ മറ്റെന്താണുള്ളത്? വെള്ളിയാഴ്ചകളിൽ പുതിയ പടങ്ങൾ മാറുമ്പോൾ ഞങ്ങളുടെയൊക്കെ വീടിന്റെ പരിസരത്ത് വലിയ ബ്ലോക്കാണ്. വീട്ടിൽ TV ഉണ്ടായിട്ടും കയ്യിൽ നല്ല ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകൾ ഉണ്ടായിട്ടും തിയേറ്ററിന്റെ വലിയ സ്ക്രീനിൽ സിനിമ കാണാൻ എല്ലാം മുടക്കി സമയമില്ലെന്ന് പറയുന്നവർ റോഡിലെ സദായാത്രക്കാർക്ക് പോലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ബ്ലോക്കുകളാണ്. അവിടെ ഇത്രയും കണ്ണുകൾ സ്ക്രീനിലേക്ക് മിഴിച്ചിരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറില്ല. കാരണം ആ സ്ക്രീനിൽ പല ചിത്രങ്ങളും, അതേപോലെ തന്നെ ഇക്കിളിപ്പെടുത്തുന്ന പല കാഴ്ചകളും, അതേപോലെ തന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന പല കഥകളും സെക്സുകളും എല്ലാം അവിടെ ഉണ്ടെന്നറിയാം. എന്നാൽ സുഹൃത്തുക്കളെ, ഈ തിരൂരങ്ങാടിയിൽ മലപ്പുറം ജില്ലയിലെ സുപ്രധാനമായ ഈ പട്ടണത്തിൽ ഇത്രയും അധികം ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരുമായി വന്നിരുന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് കണ്ണുമിടിച്ചിരിക്കുന്നത് എന്തു കാണാൻ, എന്തു കേൾക്കാൻ. അതേപോലെ തന്നെ പല പ്രഭാഷണങ്ങളും ഞങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിചാരിതമായി റോഡിന്റെ ഓരങ്ങളിൽ നോക്കി നിൽക്കുന്നവർ വളരെ താല്പര്യത്തോടുകൂടെ, കൗതുകത്തോടുകൂടെ അവിടേക്ക് നോക്കിയിരിക്കാറുണ്ട്. ഒരു പക്ഷേ വീട്ടിലെത്തുമ്പോൾ എന്തേ ഇന്നു നേരം വൈകാനെന്ന് ഭാര്യ ചോദിക്കത്തക്ക വിധത്തിൽ സമയം വൈകി പരിപാടിയിൽ മുഴുകി നേരം വൈകി പോകുന്നവരുണ്ട്.
ചിലർക്കൊക്കെ അന്തം വിട്ടു നിന്ന് പലപ്പോഴും ബസ് നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ പോകുമെന്ന് പ്രസംഗം കഴിയുമ്പോൾ ചിന്തിക്കുന്നവരുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ചിലരുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം, ആ പ്രസംഗകന്റെ പ്രസംഗത്തിന്റെ ആകർഷണീയതയും ഭാവങ്ങളും അവതരണവുമായിരിക്കാം. എന്നൊരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ യൂട്യൂബിലും മറ്റു കാര്യങ്ങളിലൊക്കെ പ്രസംഗങ്ങളെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങളെക്കാളുമൊക്കെ ഗംഭീരമായി തമാശകൾ പറഞ്ഞ് മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തുന്ന രാഷ്ട്രീയ പ്രഭാഷകന്മാരുണ്ട്. അവിടെയൊക്കെ സദസ്സുകൾ അത്ര ശ്രദ്ധാപൂർവമല്ല ഇരിക്കുന്നത്. ഒരുപക്ഷെ അല്പസമയമൊക്കെ ശ്രദ്ധിച്ചാലും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആളുകൾ ചില സമയങ്ങളിൽ ചെലവഴിക്കുന്നു എന്നതിനപ്പുറം മറ്റൊന്നും നമ്മൾ കാണുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ആളുകൾ തേടി വന്നിരിക്കുന്നത്, ഇവിടെ ആഗ്രഹത്തോടുകൂടെ ദാഹത്തോടുകൂടെ കാത്തിരിക്കുന്നത് എന്താണ്? അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വചനം. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്. ഇതാ നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമിതാ, ഒരു ഗ്രന്ഥമിതാ നിങ്ങളുടെ മുമ്പിൽ ഇതാ ഇറങ്ങി വന്നിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ചൂണ്ടിക്കാട്ടി പറയുകയാണ്. എന്താണ് സുഹൃത്തുക്കളെ അതിന് കൊടുത്ത പേര്? കിതാബുൻ ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്. നന്മകൾ നിറഞ്ഞ മുബാറക്കായ ഗ്രന്ഥം. എന്താ മുബാറക്കായ ഗ്രന്ഥം? ലോകത്തെന്തെല്ലാം നന്മകൾ ഉണ്ടോ സുഹൃത്തുക്കളെ, ആ നന്മകളെല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട്. മനുഷ്യന്റെ ദോഷകരമായ ലോകത്തെന്തെല്ലാം ഉണ്ടോ അതിനെപ്പറ്റിയുള്ള സർവ്വ സൂചനകളും ഇതിലുണ്ട്. ഒരുപക്ഷേ ഒരിക്കലും അതിശയോക്തിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയെക്കുറിച്ച് പറയുമെങ്കിൽ എന്റെ ശ്രോതാക്കൾക്ക് എന്നെ അവിശ്വസിക്കാമായിരിക്കാം. കാരണം ഞാൻ അതിന്റെ ഒരാളായതുകൊണ്ട് പക്ഷം പിടിക്കുന്നു എന്ന് പറയാം. പക്ഷേ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. എന്നോട് യോജിക്കാത്തവർക്കും ഇതിന്റെ സംഘാടകരോട് യോജിക്കാത്തവർക്കും എല്ലാം സമ്മതമായ ഒരു കാര്യമാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇതാ നന്മ നിറഞ്ഞൊരു ഗ്രന്ഥം. നന്മ മാത്രമേ ഇതിലുള്ളൂ. സുഹൃത്തുക്കളെ, അല്പം വിശാലമായി പറഞ്ഞാൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും എന്തൊക്കെ ജീവിത പ്രതിസന്ധികൾ ഇന്നത്തെ രാത്രിയുടെ ഉറക്കത്തിന് ഭംഗം വരുത്തുമ്പോൾ, ആലോചിച്ചിരിക്കുമ്പോൾ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന, മനസ്സിന്റെ അസ്വസ്ഥത വരുത്തുന്ന, ശ്വാസം ഒരുപക്ഷെ തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രയാസങ്ങളും ഉണ്ടോ അതൊക്കെ വിശുദ്ധ ഖുർആന്റെ ആത്മാവ് കണ്ട, അതിന്റെ ആശയങ്ങൾ അറിഞ്ഞ ഒരാളുമായി ഒരു 10 മിനിറ്റ് ഇരുന്നാൽ പരിഹരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും വലിയ ഒരു പരിഹാരത്തിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ പക്ഷപാതിത്വങ്ങളും എല്ലാ മറകളും എല്ലാ തടസ്സങ്ങളും നീക്കി നാം ഖുർആനിലേക്ക് വരണം. എന്തെങ്കിലും ഒരാകർഷണീയത നിങ്ങൾക്ക് എന്റെ വാക്കുകളിലോ ഈ സദസ്സിലോ തോന്നുന്നുവെങ്കിൽ ഈ കണ്ണുകൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ആഗ്രഹിച്ച് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഖുർആനിന്റെ വശ്യതയാണ്. വിശുദ്ധ ഖുർആനിന്റെ വശ്യത. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഇറങ്ങിയതാണ് സുഹൃത്തുക്കൾ. അതിന്റെ ട്യൂണുണ്ട്. ആ ഖുർആൻ ഇങ്ങനെ കേട്ടാൽ എന്താണ് അതിന്റെ മനോഹാരിത. ഇമാമിങ്ങൾ ഇങ്ങനെ റമളാനിന്റെ ഒക്കെ രാത്രി നമസ്കാരങ്ങളിൽ ഓതുന്ന ആ ഖുർആനിന്റെ വശ്യത കണ്ടാൽ തരിച്ചു നിൽക്കാത്തവരാരാണ് സുഹൃത്തുക്കൾ. ചിലപ്പോഴൊക്കെ ഹറമിൽ ചെല്ലുമ്പോൾ ആ കഅബ ഇങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് അവിടെ ജമാഅത്ത് ഇങ്ങനെ നമസ്കാരങ്ങൾ നടക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ കേൾക്കുമ്പോൾ, ആ ഇമാമിങ്ങൾ ഓത്ത് കേൾക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയോ എത്തിപ്പോകുന്നത് നമുക്ക് തോന്നും. അതിന്റെ ആ ഒരു ഈണം, അതിന്റെ ഒരു മനോഹാരിത, അതിന്റെ ഒരു സംഗീതാത്മകത, അതൊക്കെ അല്ലാഹുവാണ് അതിന്റെ സൃഷ്ടി.
തൻസീലും മിൻ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. എന്തൊരു ഉറപ്പാണ് സുഹൃത്തുക്കളെ, എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മേൽക്കൂരകളില്ലാത്ത ഒരുപക്ഷെ മണലിൽ കാൽ ചവിട്ട് നിന്ന ആ പഴയ കാലത്തെ പള്ളികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇമാമിങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് എന്തൊരു പാരായണമാണോ വന്നത്, എന്തൊരാശയമാണോ വന്നത്, അതിന്റെ ഒരു വള്ളിപ്പുള്ളിക്ക് മാറ്റമില്ലാതെ അത് തന്നെയാണ് നാം ഇന്ന് മഗ്‌രിബിന് കേട്ടത്. എന്തെങ്കിലും ഒരു വാക്കു വ്യത്യാസം ഇതിലെങ്ങാനും നീ വരുത്തിയെങ്കിൽ പ്രവാചകരെ നിന്നെ ഞാൻ പിടിക്കും, നിന്റെ ജീവനാടി ഞാൻ മുറിക്കും, കിടന്നു പിടയുമ്പോൾ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടാകുമെന്നാണ്. എന്തിനാണ് സുഹൃത്തുക്കളെ ഇത് തന്നത്? എന്തിനാ തന്നത്? ചെറിയ സംശയത്തോടുകൂടെ ചെറിയ അകലം വാലിച്ച് ഇത് കേൾക്കണോ, ഇത് കേട്ടാ പേച്ചു പോകോ, ഇതിപ്പോ കേട്ടിട്ട് തന്നെ ഇപ്പൊ നമ്മൾ അത്യാവശ്യമായിട്ടില്ലേ, ഇനിയിപ്പോ നമ്മൾ കേൾക്കണോ, ഇനിയിപ്പോ എന്താ പുതിയ കേൾക്കാൻ, അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ മനസ്സിൽ വെക്കുന്നവരോട് ഖുർആൻ പറയാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാണെന്ന് വിചാരിച്ച് കേൾക്കാതെക്കണ്ട. എന്നും നല്ലതനുസരിച്ച് ജീവിക്കുന്ന എല്ലാ വിശ്വാസവും കർമ്മങ്ങളും സ്വഭാവങ്ങളും പൂർണ്ണമായവർക്കും ഇത് നിരന്തരം ഉത്ബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഈ സത്യമെങ്ങാനും കേൾക്കാതെ പോയാൽ അതിനേക്കാളും വലിയൊരു ഖേദം ഇതിനെ തള്ളിക്കളഞ്ഞുണ്ടാകില്ല. ഈ ലോകത്തെ ഒരു നഷ്ടത്തിലും ഈ ലോകത്ത് ജീവിച്ചൊരു മനുഷ്യനും ഖേദിക്കുകയില്ല എന്നാണ്. എന്തിനെ ഖേദിക്കൊള്ളു അറിയങ്ങള്? ഈ ലോകത്ത് ജീവിച്ചിട്ട് ഈ വിശുദ്ധ ഖുർആനിന്റെ സുന്ദര സത്യം അറിയാതെ മരിച്ചുപോയല്ലോ എന്ന ദുഃഖത്തെക്കാളും വലിയൊരു ദുഃഖം ഈ വിശുദ്ധ ഖുർആൻ അറിയാത്തവനുണ്ടാവുകയില്ലെന്നതാണ്. وَإِنَّهُ لَحَسْرَةٌ عَلَى الْكَافِرِينَ وَإِنَّهُ لَحَقُّ الْيَقِينِ وَإِنَّهُ لَحَقُّ الْيَقِينِ. ദൃഢമായ സത്യം, സംശയങ്ങളില്ലാത്ത സത്യം, ആർക്കും ധൈര്യസമേതം സ്വീകരിക്കാൻ പറ്റുന്ന സത്യയാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, കുറച്ചു സമയം നമുക്ക് ഈ വിശുദ്ധ ഖുർആനിന്റെ ആന്തരാത്മാവിലൂടെ ഒരല്പസമയം ഏതാനും ചില വചനങ്ങളിലൂടെ, അത് മാത്രമേ ഉള്ളൂ ഒരു ഖുർആൻ പ്രഭാഷണത്തിന്റെ തത്ത. അതാണല്ലോ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ മനസ്സുകളിൽ ആത്മാർത്ഥമായ ചില ചിന്തകളും ചില കാഴ്ചപ്പാടുകളും ചില മാറ്റങ്ങളും നമുക്ക് രൂപപ്പെട്ടു. സംശയമില്ലാത്തൊരു കാര്യം നാം ചിന്തിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനം എന്താണെന്നറിയൂ? സംശയങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. അതാണ് ആദ്യത്തെ കാര്യം. സംശയങ്ങൾ ഉണ്ടായോ, അത് ഏതു രംഗത്ത് സംശയങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോകാൻ പറ്റും. അതാ പ്രശ്നം. മനസ്സിലായില്ലേ? കൂടെ ഡ്രൈവ് ചെയ്യുന്നതോടെ നമ്മൾ പറഞ്ഞു ഒരു പാകത്തെ സ്പീഡ് പോകുട്ടി, എത്ര നേരമായി ഇവിടെ പാകത്തെ സ്പീഡ് പോകും. നമ്മളങ്ങനെ പറയാനല്ലാതെ അവനങ്ങനെ പോകും. അതുണ്ടാവും. എന്നാൽ കുറച്ചെത്തിയപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞു, മോനെ റോഡ് കണ്ടപ്പോൾ ഇങ്ങനെ തെറ്റിയമാതിരി തോന്നുന്നു, പിന്നെ സ്പീഡ് ഉണ്ടാവില്ല. റോഡ് പെസ്റ്റോന്ന് തോന്നല്, നമ്മൾ നേരത്തെ കണ്ട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലൂടെ ആൾക്ക് പോകേണ്ടതെന്ന് ഒരു സംശയം ഇരിക്കുന്നുണ്ട്. പിന്നെന്താ ചെയ്യാറ്? നിങ്ങൾ ഒന്ന് ബ്രേക്ക് അമരും, ആക്സിലേറ്ററിൽ വല്ലാതെ കാലമരും, 4 ഭാഗത്തുമുള്ള ബോർഡുകൾ ശ്രദ്ധിക്കും, ഒരു അവധാനതയിൽ പോകും. എന്റെ സംശയം, വല്ലാതെ സ്പീഡിലാണ് പോയാൽ പിഴച്ച വഴിയാണെങ്കിൽ തിരിച്ചു പോകാനുണ്ട്, ശരി എണ്ണ കത്തൂലേ, പിന്നെ സമയം വേണ്ടേ, സംശയം വന്നു. നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മനംപുരട്ടൽ, ചെറിയൊരു പ്രശ്നം, സംശയങ്ങളുടെ വേലിയേറ്റമാണ്. വല്ല വിഷാംശവും ഉണ്ടായിരുന്നു, അതിൽ പഴയ ഭക്ഷണമായിരുന്നു, വേറെന്തെങ്കിലും തന്നോ? ആ സംശയങ്ങൾ നീങ്ങാൻ സമയം എത്ര എടുക്കുന്നില്ലെങ്കിൽ ആ ഭക്ഷണത്തിന്റെ രുചി പോയി, കഴിച്ചതിന്റെ സന്തോഷം പോയി, കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് 1000 വട്ടം മനസ്സ് പറഞ്ഞു.
സുഹൃത്തുക്കളെ, നമുക്കെന്താണ് പ്രശ്നം? ജീവിതത്തിൽ നിറയെ സംശയം. അങ്ങനെ നമ്മൾ ജീവിക്കുന്നത്, സംശയത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും സംശയം. ഞാൻ ഭർത്താവിന്റെ ഭാര്യയെ കുറിച്ചുള്ള സംശയത്തെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചുള്ള സംശയത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു. എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ത് എന്നതിനെ കുറിച്ചുള്ള സംശയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥം? സുഹൃത്തുക്കൾ, അത് അറിയണം. ചില സന്ദർഭങ്ങൾ വരുമ്പോൾ എന്താ അറിയോ, അത് അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ. ഇപ്പൊ ഞങ്ങളൊക്കെ ഫോണിക്ക് വരുന്ന ഫോണുകളിലൊക്കെയുള്ള ചോദ്യം, എന്തേ ഇങ്ങനെ സംഭവിക്കും, എന്തേ ഇങ്ങനെ വരാൻ? അതൊരു വല്ലാത്ത ചോദ്യമല്ലേ സുഹൃത്തുക്കളെ? 23 വയസ്സാണ് ആ ആൺകുട്ടിക്ക്. 23 വയസ്സ്. 23ാമത്തെ വയസ്സിലും അവന്റെ ഉമ്മ അവന്റെ ചോറ് വാരിക്കൊടുക്കും. അതേപോലെ തന്നെ അവന്റെ മലമൂത്ര വിസർജ്യ വസ്തുക്കൾ വൃത്തിയാക്കി കൊടുക്കണം. സുഹൃത്തുക്കളെ, ഈ ബഹളങ്ങൾക്കിടയിൽ, കോലാഹലങ്ങൾക്കിടയിൽ, വാർത്തകൾക്കിടയിൽ ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ വിട്ടുപോയി. അതുകൊണ്ട് ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നാം തരിച്ചു നിൽക്കും. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ആ ഉമ്മ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്നറിയൂ? ജീവിതത്തിൽ ഞാൻ എന്ത് സുഖം ആണ് അനുഭവിക്കാനുള്ളത്? ഞാനൊരു കല്യാണത്തിന് പോകാറില്ല, ഒന്ന് പുറത്തു പോവാറില്ല. എന്തിനാവട്ടെ, എന്റെ സ്വന്തം ഭർത്താവ്, ഈ കുട്ടിയുടെ പിതാവ്, അയാൾ പോലും 23 കൊല്ലത്തിനിടയ്ക്ക് ഒരു ദിവസം ആ ചോറ്റും പാത്രം കേട്ടാ ഞാൻ കൊടുക്കാം എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. ഞാൻ അവന്റെ കൈപിടിക്കാം, ബാത്റൂമിലേക്ക് ഞാനൊന്ന് കൊണ്ടുപോകാം എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. 23 കൊല്ലം ഞാൻ എന്റെ മകനു വേണ്ടി ജീവിച്ചു. ഒന്ന് പുറത്തു പോകാതെ, രാത്രി ഒന്ന് സമാധാനത്തോടെ ഞെട്ടി ഉണരാതെ ഉറങ്ങാതെ ഞാൻ ജീവിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ഇവന് എന്തെങ്കിലും മനസ്സിലാവൂ? ഇവന് ഒന്നും മനസ്സിലാകില്ല ഉസ്താദ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പൊന്നു സഹോദരി, ഇത്രയും വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പരീക്ഷിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ പരീക്ഷണം ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ് ഈ പരീക്ഷണം? അവന് വേണ്ടിയല്ല. അവന് വേണ്ടിയാണെങ്കിൽ അവന് മനസ്സിലാവില്ല. അവന് മനസ്സിലാക്കുന്നില്ല. ഈ പരീക്ഷണം ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് സ്വർഗം തരാൻ. നിങ്ങൾക്ക് സ്വർഗം തരാൻ. കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ മക്കളുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലാകും. ആ സ്ത്രീക്ക് ഇന്ന് ചോറ് കൊടുക്കുന്നതിനെ കുറിച്ചല്ല വ്യാകുലത. അവനെ കൂട്ടി പുറത്തു പോകാൻ പറ്റാത്തതിലല്ല വേദന. ഇനി ഒരു 10-20 കൊല്ലമല്ലേ ഞാൻ ഉണ്ടാകും, അതിനുശേഷം എന്റെ മോൻ എന്തു ചെയ്യും? അതിനെന്ത് മറുപടി സഹോദരങ്ങളെ? അതിനെന്താണ് മറുപടി? അതിനെന്താണ് മറുപടി? ഞാൻ എന്റെ വേദനകൾക്ക് ഒരു പരിഹാരം കണ്ടു. എന്താ പരിഹാരം കണ്ടത്? എന്തു കേട്ടാലും പറഞ്ഞാലും മനസ്സിലാകാത്ത ഇവന്റെ മുന്നിൽ ഞാൻ എന്റെ വേദനകൾ വെറുതെ ഒറ്റക്കാകുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരി, എന്തിനാണ് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നത്? അവന് പരീക്ഷണമായിട്ടല്ല, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ. എന്തുകൊണ്ടാണ് എനിക്കത് പറയാൻ സാധിച്ചത് സഹോദരങ്ങളെ? ജീവിതത്തിന്റെ സമാപനത്തെക്കുറിച്ച് ഒടുക്കമെന്നോ അവസാനമെന്നോ അല്ല ഖുർആൻ പറഞ്ഞത്, മടക്കമെന്നാണ് പറഞ്ഞത്. മടക്കം. മരണം ഒരു മടക്കമാണ്. മരണം ഒരു മടക്കമാണ്. അതുകൊണ്ടാണ് മരണവാർത്ത കേട്ടാൽ നമ്മൾ എന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു. മടക്കമാണ് മരണം. സുഹൃത്തുക്കളെ, തിരിച്ചുപോക്കാണ് മരണം. ഒരു മടങ്ങിപ്പോക്ക്, ജീവിതത്തിൽ നിന്നും പരിപൂർണമായ ഒരു സമാപനമാണ്. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. قل إن الموت الذي تفرون منه, നിങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന മരണം, فإنه ملاقيكم, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും.
ثم تردون إلى عالم الغيب والشهادة. ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്ന റബ്ബിങ്കലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. റബ്ബിങ്കിലേക്ക് തെളിച്ചു കൊണ്ടുപോകും. സുഹൃത്തുക്കളെ, എല്ലാ സംശയങ്ങളുടെയും ഉത്തരം എന്താണെന്ന് അറിയൂ. ഈ ലോകത്തെ സംഭവ ബഹുലമായ ജീവിതങ്ങൾക്ക് ഒരു തിരിച്ചുപോക്കുണ്ട്. ആ തിരിച്ചുപോക്ക് എന്തിനു വേണ്ടിയാണ് സുഹൃത്തുക്കളെ? ആ തിരിച്ചുപോക്ക് ഈ ജീവിതത്തിന്റെ അധ്വാന ഫലങ്ങൾ അറിയാൻ വേണ്ടി. അതുകൊണ്ട് ഇവിടുത്തെ ഏത് അധ്വാനങ്ങളും ത്യാഗങ്ങൾക്കും പിന്നിൽ ഒരു മരണത്തിന്റെ ഗന്ധമുണ്ട്. അതിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിന്റെ തേട്ടമുണ്ട്. അത് മനസ്സിലാക്കാതെ ജീവിതത്തിലെ ഒരു കാര്യത്തിനും ഉത്തരം കിട്ടും. ഞാൻ എന്നെ മഹത്വവൽക്കരിക്കാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾക്കിന്നെ ബോധ്യപ്പെടുത്താനോ ഒന്നുമല്ല. ഒരു പക്ഷേ ഈ സദസ്സിൽ ഏറ്റവും അധികം കരച്ചിൽ കേട്ട ഒരാള് ഞാനായിരിക്കുമെന്ന് വിശ്വസിച്ചു. ഈ ഫോണിൽ ഞാൻ കേട്ട കരച്ചിലുകൾ കറ്റമില്ല. മണിക്കൂറുകൾ കണക്കിന് എന്റെ മുന്നിൽ വന്നിരിക്കുന്നവർ അവരുടെ ജീവിത കഥകൾ പറയുമ്പോൾ കരഞ്ഞുകൊണ്ടേ. ആ കരച്ചിലുകൾക്ക് വിരാമമിടാൻ എന്താണ് സുഹൃത്തുക്കളെ എന്റെ അടുക്കലുള്ളത്? 5 സെന്റും ഒരു വീടും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് സമാധാനിപ്പിച്ചു വിട്ടിട്ടില്ല. കാരണം ആ പരിഹാരം തേടി വന്നവരല്ല അവരൊന്നും, മറിച്ചെന്തായാലും ഉത്തരങ്ങളാണ് അവർ തേടുന്നത്. സുഹൃത്തുക്കളെ, പ്രസംഗങ്ങൾ കേട്ടും അടുത്തവരോടും കേൾക്കാത്തവരോടും ഖുർആനിന്റെ അന്തസത്ത അറിയാത്തവരോടും എനിക്ക് പറയാനുള്ളത്, ചില ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഇന്നലെ ഉറങ്ങിയതിനേക്കാളും സമാധാനത്തോടെ ഇന്നുറങ്ങും. ഇന്നലെ വിശ്രമിച്ചതിനേക്കാളും സമാധാനത്തോടെ നാളെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉത്തരം. സുഹൃത്തുക്കളെ ആശ്രയിക്കണം, ഭയപ്പെടുത്താനല്ല, പേടിപ്പെടുത്താനല്ല. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ഇന്നത്തെ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഏതാണ്ടറിയങ്ങൾ ഒരു കോശമാണ്. ഏറ്റവും ചെറിയൊരു കോശം. ആ കോശത്തിന്റെ നാരുകൾ ഒരുപക്ഷെ ഏച്ചു കെട്ടിയാൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമുണ്ടാകും. എത്രയോ നിസ്സാരമായ ഒരു കോശത്തിന്റെ ഘടന. അവിടെ അതെങ്ങനെ സംവിധാനിച്ചു എന്ന ചോദ്യത്തിന് അർത്ഥം. ഒരു പക്ഷേ ആ കോശത്തിന്റെ ഒരു വിഭജനം നടക്കുമ്പോൾ ആ നാരുകൾ പൊട്ടാതെ തമ്മിൽ ചുറ്റാതെ പിറകോട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യും. ഇതെന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ നടക്കുന്ന അത്ഭുത പ്രക്രിയയിലെ ഏറ്റവും ചെറിയൊരു പ്രവർത്തനമാണ്. ഞാൻ ഹൃദയത്തെക്കുറിച്ചല്ല പറഞ്ഞത്, തലച്ചോറിനെ കുറിച്ചല്ല പറഞ്ഞത്, കിഡ്നിയെ കുറിച്ചല്ല പറഞ്ഞത്, കണ്ണിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇത് ഞാൻ ശാസ്ത്രം പറയാൻ പറഞ്ഞതുമല്ല, മറിച്ച് പച്ചയായ ഒരു സത്യം നിങ്ങൾ അറിയണം. എന്താണത്? നഹ്നു ഖലഖനാഹും വശദദ്നാ അസ്റഹും വഇദാ ശിഅനാ ബദ്ദൽനാ അംസാലഹും തബ്ദീലാ. നഹ്നു ഖലഖനാഹും, നാമാണ് അവരെ സൃഷ്ടിച്ചത്. വശദദ്നാ അസ്റഹും, അവരെ നാം ബലപ്പെടുത്തി. ആ സൃഷ്ടിപ്പിനെ ഏറ്റവും ബലിഷ്ഠമായി അല്ലാഹു സംവിധാനിച്ചു ഈ ശരീരഘടനയിൽ. എന്നിട്ട് അടുത്ത വാക്കെന്താണ് സുഹൃത്തുക്കളെ? അടുത്ത വാക്കെന്താണെന്നറിയോ? വഇദാ ശിഅനാ ബദ്ദൽനാ അംസാലഹും തബ്ദീലാ. ഇതിന്റെ ഒരു പകർപ്പ് ഞാൻ എടുക്കും, നിന്റെ സെയിം കോപ്പി ഖബറിൽ നിന്ന് പുറത്തേക്ക് വീഴും. എന്താ തെളിവ് സുഹൃത്തുക്കളെ? ഈ ശരീരഘടന. എന്തെങ്കിലും അറിയുമോ നിങ്ങൾക്ക് ഈ ശരീരത്തെക്കുറിച്ച്? എങ്കിൽ ആ അറിവ് വെച്ച് ചിന്തിച്ചോളൂ. ഇതിന്റെ ഒരു കോപ്പി, ഒരു പകർപ്പ് നാളെ പടച്ച തമ്പുരാൻ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതേ മുഖത്തോടെ, ഇതേ ഭാവത്തോടെ, ഇതേ രൂപത്തോടെ. സംശയരഹിതമായ ഒരു കാര്യമാണ്. ചെറിയ തെളിവുകളല്ല, കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകൾ മുമ്പിൽ നിരത്തിയാണ്
ഈ സത്യം നമ്മളോട് പറയുന്നത്. ഒരു പക്ഷേ ഇത് ഞങ്ങൾക്കറിയില്ലേ എന്ന് ഏതെങ്കിലും മനസ്സുകൾ ചോദിക്കുന്നുവെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് എന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അറബി ഭാഷയിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന അറബി അറിയുന്ന ഒരു വ്യക്തിയാണ്. ചില്ലറക്കാരനല്ല സുഹൃത്തുക്കൾ. അയാൾക്ക് ഒരു ശൂന്യവേള കിട്ടിയപ്പോൾ അയാൾ ചോദിച്ചൊരു ചോദ്യമാണ്, സത്യത്തിൽ അങ്ങനെ ഒരു പുനരുത്ഥാനമുണ്ടോ? 5 നേരം പള്ളിയിൽ പോകുന്ന, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ഒരാൾ തമാശക്കാണെങ്കിലും അയാൾ ചോദിച്ചതാണ്. അതോ ഇവിടെയൊക്കെ ഒരു ചിട്ടയും വ്യവസ്ഥയും ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മളെ ഭയപ്പെടുത്താനും കൊതിപ്പിക്കാനും പറഞ്ഞതോ? ഇതൊന്നും ഒരാൾ ചോദിച്ചാൽ കൃത്യമായി ഉത്തരം പറയാനൊന്നും കഴിയില്ലെന്നാണ് അയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എനിക്ക് അല്ലാഹുവിനെ സ്തുതിക്കാൻ തന്നത് കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ സംശയമൊന്നും വരുന്നില്ലല്ലോ. നമുക്ക് ഇങ്ങനത്തെ സംശയമൊന്നും വരുന്നില്ലല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയും. എന്ത് കേട്ടിട്ടും വരുന്നില്ല സംശയമില്ല. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ തന്നെ അത് ബോധ്യപ്പെടണം. ഞാനിത് പറയാൻ കാരണം എന്താ നിങ്ങൾ, നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ വിരൽ തൊട്ടു വായിക്കാൻ സുഹൃത്തുക്കളെ, ആശയങ്ങൾ കേൾക്കണം. വിശുദ്ധ ഖുർആനെ വാചക ഘടനകൾക്ക്, പദങ്ങൾക്ക്, അതിന്റെ ക്രമീകരണങ്ങൾക്ക്, അതിന്റെ അന്തസത്തയ്ക്ക് ഒരു അമാനുഷികതയുണ്ട്. ആ അമാനുഷികതയിൽ നിന്നാണ് നമുക്ക് മരണാനന്തര ജീവിതം ബോധ്യപ്പെടുന്നത്, സ്വർഗം ബോധ്യപ്പെടുന്നത്, നരകം ബോധ്യപ്പെടുന്നത്. അത് ബോധ്യപ്പെടുമ്പോഴാണ് ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിൽക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കും. അപ്പോൾ അത് സാധിക്കും. നമുക്ക് അത് ബോധ്യപ്പെട്ടാൽ നമുക്ക് കഴിയും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ സുഹൃത്തുക്കളെ, ഇതിന്റെ തെളിവുകൾ തന്നെയല്ലേ നമ്മോട് പറയണം. ഇതിന്റെ തെളിവ് തന്നെയല്ലേ നമ്മൾ പറയണം. എന്താ പേര് സംശയമുള്ള ഒരു കാര്യം, അത്ഭുതകരമാണ്. നിങ്ങളുടെ ആലോചിക്കണം, നിങ്ങൾ വളരെ ഒന്നും അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല സുഹൃത്തുക്കൾ. പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു വളരെ നിസ്സാരമായ ഒരു ബീജാണു അതല്ലേ പുറത്തുനിന്ന് പോയിട്ടുള്ളൂ. പുറത്തുനിന്ന് പോയിട്ട് അത് ഒരു സ്ത്രീയുടെ യൂട്രസിനുള്ളിൽ, ഗർഭപാത്രത്തിനുള്ളിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് അത്ഭുതകരമായ രൂപത്തിൽ ഒരു കുഞ്ഞായി പുറത്തേക്ക് വരുന്ന മഹാത്ഭുതം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഖബറിൽ നിന്നൊരു മനുഷ്യൻ പുറത്തേക്ക് വരുന്നത് ഉൾക്കൊള്ളാൻ എന്ത് പ്രയാസം ചോദിച്ചിട്ടില്ല, ഒരു പ്രയാസം. വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ഇത് തന്നെയാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ബറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشرا قتل الإنسان ما أكفر. മനുഷ്യൻ കൊല്ലപ്പെടട്ടെ, അവൻ എന്താണ് ഇത്ര നിഷേധിയായത്? എങ്ങനെയാണ് പരലോകത്തെയും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ വേണ്ടി കഴിയാണ്? അതിനധികം ചിന്തയും ഗവേഷണമൊന്നും വേണ്ട, നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. എന്നാണ് എന്താ നുത്ഫ? ഒരു ശുദ്ധ ജലത്തിന്റെ കണമാണ്, ഒരു ജലക്കണം. അതിൽ നിന്നാണ് വരുന്നത്. എവിടുന്ന വരുന്നത്? മനുഷ്യന്റെ ആന്തരാവയവങ്ങളിൽ നിന്ന്, ഉള്ളിൽ നിന്ന്. അതെങ്ങനെ വരുന്ന സുഹൃത്തുക്കളെ? മടി വക്തറായി തെറിച്ചു വീണ്, ആ തെറിച്ചു വീണ് അതിന്റെ ഏറ്റവും കൃത്യമായ സ്ഥലത്തും സ്ഥാനത്തും എത്തി അത്ഭുതകരമായ പ്രക്രിയകളിലൂടെ ഒരു മനുഷ്യൻ ജനിക്കുമെങ്കിൽ സുഹൃത്തുക്കളെ, ഓരോ വ്യക്തിയുടെയും ജനനം പുനരുദ്ധാരണത്തിന് സാക്ഷി പറയുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു സുഹൃത്തുക്കളെ, നമ്മൾ പേടിക്കണം. എന്തുകൊണ്ട് പേടിക്കണം എന്ന് ചോദിച്ചാൽ, ഈ മഹാപ്രപഞ്ചത്തെയും ലോകത്തെയും എല്ലാം സംവിധാനിച്ച അല്ലാഹുവിന്റെ സംവിധാന ശേഷി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഒരു സ്വർഗം, ഒരു നരകം, അതൊക്കെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് നിസ്സാരമായി കാണാൻ കഴിയില്ല എന്ന് മനസ്സിലായി. എനിക്ക് ഇന്നും എന്റെ മനസ്സിൽ ഉള്ള ഒരു ചിത്രം എനിക്ക് പറയാൻ പറ്റില്ല. ഒരാള് ഒരു പറമ്പിൽ തീ കൊടുക്കാൻ വേണ്ടി പോയത്. അയാളുടെ പണിക്കാർ പറഞ്ഞിരുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ തീ കൊടുക്കുക. ഇവിടെ അടുത്ത് വീടൊന്നുമില്ല. അവിടെ ഒറ്റയ്ക്ക് വന്ന് നിങ്ങൾ ഇവിടുന്ന് തീ കൊടുത്താൽ
ഒരു പക്ഷെ വല്ല അപകടവും വരും. പക്ഷെ അയാളൊന്നും കേൾക്കില്ല. ഒരു വിധി എന്ന് പറയും. അയാൾ ഒറ്റക്ക് പോയി തീ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അയാൾക്ക് എന്തോ ഒരു അപകടം, അസുഖം വന്നു. നോക്ക് നിങ്ങൾ, അയാൾ ഈ തല വരെയുള്ള ഭാഗം ഇരുന്ന് കത്തുക. നമുക്കതൊന്ന് മനസ്സിൽ കണ്ടു സുഹൃത്തുക്കളില്ല, അത് ചിന്തിക്കാൻ പറ്റും. നരകത്തിന് വിളിക്കപ്പെട്ട പേര് നാർന്ന്. നരകത്തിന്റെ പേര് നാർന്ന്, തീ. വേറൊന്നും മനസ്സിൽ നരകത്തെ കുറിച്ച് വേറൊന്നും കേൾക്കാം, വേറൊന്നും വരുന്നത് മാത്രമാണ്. അവിടെ ഒരു ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ചെറിയൊരു കാലഘട്ടമല്ല ശിക്ഷ, അവിടെയാണ് വാശി. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم നരകശിക്ഷയിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീ രക്ഷിക്കണം, ഞങ്ങളെ നീ മാറ്റിക്കളയണം. ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ബഹുവേ അതിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷകൻ വീണ്ടെത്താൻ പറ്റൂല. അത്ര മോശപ്പെട്ട സ്ഥലമാണ്, താമസ സ്ഥലമാണെന്ന് ആലോചിക്കണം. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്താഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറബാ ഒരു തണുപ്പോ ഒരു കുളിരോ ഒരൽപ്പം ദാഹജലമോ അവിടെ. മരണം അവർക്ക് വിധിക്കപ്പെടുകയില്ല. മരണം വിധിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ഭയമൂത്തു അവർക്ക് മരിക്കാമായിരുന്നു. വലായുഖഫഫു അൻഹുമുൽ അദാബ് ശിക്ഷകൾ അവർക്ക് ലഘൂകരിച്ചു നൽകുന്നില്ല. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. അവർക്ക് ആ ശിക്ഷകളെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കും, ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, എങ്ങാനും നമ്മുടെ ജീവിതത്തിന്റെ തകരാറുകളെ കൊണ്ട് ആ നരകത്തിലേക്ക് പോയാൽ അല്ലാഹു കാത്തിരിക്കും. സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഒരു സാധ്യതയെ മുന്നിൽ കാണുമല്ലോ സുഹൃത്തുക്കളെ. എന്തായാലും കാണും. നാം ആലോചിക്കണം, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം. ഇനിയോ സ്വർഗം അതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എങ്ങനെ നമ്മൾ ചിന്തിക്കുക? ഉറക്കല്ലാത്ത മരണമില്ലാത്തൊരു ലോകം നമുക്ക് ഇവിടുന്ന് ചിന്തിക്കാൻ പറ്റൂല. പല കൺകുളിർമയുള്ള എന്തെല്ലാം സുഖങ്ങളാണ് ആ സ്വർഗത്തിലെന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും സുന്ദരമായ സുഖസമ്പൂർണമായ ഒരു സ്വർഗയാണ് അല്ലാഹു വെച്ചത്. സുഹൃത്തുക്കളെ, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സുഖലോകം നമ്മുടെയൊക്കെ മനസ്സിലില്ലേ ഒരു സ്വപ്ന ലോകം? ഈ ജീവിതം എങ്ങനെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? സുഹൃത്തുക്കൾ, അതിന്റെ സമ്പൂർണമായ ഒരനുഭവ ലോകമാണ്. ഇത് സത്യമാണ്. ഇതെപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ അറിയുന്നത്? നാളെ നമ്മൾ അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മകനോ നമ്മുടെ മകളോ മരിക്കും. ഒരു മകൾ മരിച്ച ഒരു സുഹൃത്തുണ്ട് എനിക്ക്. മകൾ മരിച്ചൊരു സുഹൃത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾ മരിച്ചത്. ഞാൻ പറഞ്ഞത്, അയാൾ ഇന്നും എന്തിനെ ദുഃഖിക്കുന്നു? അയാൾക്ക് ഇന്നും ദുഃഖം. എപ്പോഴും അയാളുടെ മുഖത്തൊരു മ്ലാനതയാണ്. അതിനേക്കാളും വലിയ ഒരു മ്ലാനത അയാളുടെ ഭാര്യയുടെ മുഖത്ത്. അപ്പോൾ വല്ലാതെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിക്കില്ല. അയാൾ പറയും, ഒന്നുമില്ല, അവൾ സ്വർഗത്തിലായാൽ മതി, അവൾ സ്വർഗത്തിലായാൽ മതി. പക്ഷെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു പേടി. അവളുടെ ജീവിത സാഹചര്യങ്ങളിൽ ചിലതെല്ലാം ആലോചിക്കുമ്പോൾ അഥവാ അങ്ങനെ ആയാൽ, സുഹൃത്തുക്കളെ, അതൊരു പേടിയാണ്. നമുക്കതൊരു വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടിയാണ്. ആ നരകം ഒരു പേടിയാണ്, ആ സ്വർഗം ഒരാഗ്രഹം, സംശയമില്ലാത്ത. സുഹൃത്തുക്കളെ, ഇത് ഞാൻ ആമുഖം പറയാൻ കാരണം എല്ലാത്തിൻ്റെയും ഉത്തരമാണ്.
ജീവിതത്തിന്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമാണ്. അതല്ലേ ഞാൻ 23 വയസ്സായ ആ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടിയുടെ ഉമ്മയെ ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ആ കണ്ണുകൾ തിളങ്ങിയത്, ആ മുഖത്തെ വിലാദം നീങ്ങിയത്. അവിടെ ഒരു ഉത്തരം കിട്ടുകയാണ് സുഹൃത്തുക്കളെ, അവിടെ ഒരു ഉത്തരം കിട്ടുകയാണ്. ആ സ്ത്രീയുടെ അന്തംഗമ്മിയോട് അറങ്ങുറവോട് പറയുകയാണ്, ക്യാൻസർ വന്ന് ഒരു പ്രശ്നമില്ലാത്ത നല്ല ബോധത്തോടുകൂടെ കിടക്കുന്ന ഒരാളെ മുന്നിൽ നിന്ന് അയാളെ ഭാര്യ പറയാണ്, എങ്ങിട്ട് പോകലില്ല, ഇതെന്തെങ്കിലും ഒന്നായിട്ടല്ലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അയാൾ ഒരു ഷോക്കില്ലാതെ വളരെ വളരെ ചിരിച്ചത് കേൾക്കുന്നു. ഞാൻ തന്നെ പറച്ചോനെ എന്താ പിന്നെ സംഭവിക്കും, അയാൾക്കൊരു പ്രശ്നമില്ല. അയാളെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ സഹോദരി പറയുന്നത്. ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഈ രോഗികളൊന്നും കാണാൻ പോകുമ്പോൾ അത്ര വലിയ അന്തം ഉണ്ടാവുന്നു, എന്തൊക്കെ പറയാം എന്തൊക്കെ ചോദിക്കുക എന്നുണ്ടാവുന്നു. അതാണ് ഞാൻ എന്തായാലും ഒക്കെ താങ്ങാൻ പറ്റും. കാരണം അയാളുടെ മനസ്സിൽ എന്താ ഉള്ളത്, നിങ്ങൾ ഇത് എല്ലാം നഷ്ടപ്പെട്ട ഒരൊന്നുമില്ലായ്മയിലേക്ക് ഒരു വട്ടപൂജ്യത്തിലേക്ക് മാറല്ലപ്പോ. പിന്നെന്താ സുഹൃത്തുക്കളെ, എന്താണ് ഒരു പൂർണ്ണമായ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. കൂലി വാങ്ങാൻ, പ്രതിഫലം വാങ്ങാൻ പോകും. നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽപ്പെട്ടാൽ സുഹൃത്തുക്കളെ പൂർണ്ണമായ വിജയം കൈവരിക്കപ്പെട്ടു എന്നതാണ് സത്യം. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങൾക്കും എന്ത് ചോദ്യങ്ങൾക്കും തിരിച്ചുത്തരം പറയാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കുന്നത് ഈ യഥാർത്ഥ വിശ്വാസം കൊണ്ടാണ്. ഹജ്ജിന് പോയപ്പോൾ അവിടെ ഉള്ള 10, 40, 50 കരക്കോടി വരുന്ന ജനലക്ഷങ്ങളെ കണ്ടപ്പോൾ മനസ്സ് തോന്നിയൊരു കാര്യം തന്നെ, ഏറ്റവും പ്രധാനമായി തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, പടച്ചോനെ എത്രയോ വർഷങ്ങളായി ഈ ജനക്കോടികൾ 4 ലക്ഷം 5 ലക്ഷമൊക്കെ ഫ്ലൈറ്റിന് കൊടുത്ത് മക്കളെട്ട്, ചെറിയ 2 വയസ്സായ കുട്ടിനെട്ട്, ഉമ്മാനെട്ട്, വാപ്പാനെട്ടിട്ട് ഇങ്ങിട്ട് പോരുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഒരു വാക്ക് വിശ്വസിച്ചിട്ടല്ലേ. എന്താ അള്ളാഹിന്റെ വാക്ക്? ഹജ്ജുൽ മബ്റൂർ. അതിന്റെ പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. സുഹൃത്തുക്കൾ, ആ വാക്ക് പടച്ചോ തെറ്റിക്കൂ. ഈ ജനലക്ഷങ്ങൾ തേടി വന്ന അള്ളാഹുവിന്റെ ആ വാക്ക് പ്രതീക്ഷിച്ച് പണം ചെലവഴിച്ച് വന്നവരോട് അള്ളാഹു ആ വാക്ക് ലംഘിക്കൂ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അതുകൊണ്ടൊരു സ്വർഗമുണ്ടായേ പറ്റൂ, ഒരു നരകം ഉണ്ടായേ പറ്റൂ. അത് സത്യമായി സുഹൃത്തുക്കളെ, ആ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ട് നമ്മളൊന്ന് ഒരുങ്ങുക, അത്രേ ഉള്ളൂ. ആ ഒരുക്കത്തിന് ഇപ്പൊ ആർക്കാ പറ്ററിങ്ങൾ? നല്ല ആരോഗ്യവും നല്ല ജീവിതാവസ്ഥകളൊക്കെ ഉള്ള ഞാനും നിങ്ങളും നിരന്തരമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത് ആ മരണം നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് തയ്യാറെടുക്കാനാണ്. അത് പറ്റും. മരിക്കാതിരിക്കാൻ ആർക്കും പറ്റൂല. പക്ഷേ സുഹൃത്തുക്കളെ, മരണത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്താൻ നമുക്ക് പറ്റും. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള നല്ലൊരു സമയമാണ് ഇവിടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ സമയത്തെ അതിനനുസരിച്ച് പ്രയോജനപ്പെടുത്തുന്നതിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും വിജയം. പക്ഷെ എന്തോന്നറിയില്ല, നമുക്കൊക്കെ എന്താ അറിയോ, അങ്ങോട്ട് ആകാൻ പറ്റുന്നില്ല. അതാൾക്കാർ ആകാൻ പറ്റാതിരിക്കാനുള്ള കാരണം അള്ളാഹു പറയുന്നുണ്ട്. എന്താ കാരണം സുഹൃത്തുക്കളെ? ഈ ഭൗതിക ജീവിതം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും നേരം പുലർന്ന് കണ്ണു തുറന്ന കണ്ണഞ്ചിപ്പിക്കുന്ന മാധുര്യമുള്ള ഈ ലോകം നമ്മളെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും തിരിച്ചു കളയുന്നു എന്നതാണ് വസ്തുത. യാതൊരു സംശയവും കാര്യത്തിലില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് ചില വളരെ വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ്, കുറച്ചൊരു അകലം ഈ ദുനിയാവിനോട് നമ്മൾ പാലിച്ചാലേ നമുക്ക് സത്യത്തിൽ മനസ്സിന് വേണ്ടി ഒരുങ്ങുവാനും ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഉൾക്കൊള്ളാനും പറ്റുള്ളൂ. സാധാരണ ചെറിയ കുട്ടികളെ കെട്ടുങ്ങാട്ട് ഹജ്ജിനോ ഉംറക്കൊക്കെ പോണ സ്ത്രീകൾ എന്ത് ചെയ്യുന്നവരെങ്കിൽ ആ പോക്കിന്റെ ഒരു 15 ദിവസം മുന്നേ ആ കുട്ടികളെ എന്ത് ചെയ്യുന്നവരെങ്കിൽ ജ്യേഷ്ഠത്തിമാരെടുത്തും വല്യന്മാരെടുത്തും ഒന്ന് ആക്കി കൊടുക്കും. ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് അകലം പാലിക്കുന്നവരെങ്കിൽ വല്ലാതെ അടുത്ത് പെരുമാറിയാൽ ഉമ്മ എയർപോർട്ടിലേക്ക് പോകാൻ വണ്ടി കയറുമ്പോൾ കുട്ടിക്ക് സങ്കടം കൂടും. അതുകൊണ്ട് കുറച്ചൊരകലം, ദുനിയാവിനോട് ചെറിയൊരു അകലം ഉണ്ടായാണ്ട് മരിക്കുമ്പോൾ വലിയൊരു ബേജാറുണ്ടാവും. അല്ലാതെ ഇതിനെ സ്നേഹിച്ച് കഴിഞ്ഞുകൂടിയാൽ പെട്ടെന്ന് പോകേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു ബേജാറ് നമുക്ക് അനുഭവം. ചെറിയൊരു അകലം അത് നല്ലതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, കല്ലാ ബൽ
തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. ക്ഷണികമായ ഈ ജീവിതത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, വതദറൂനൽ ആഖിറ പരലോകത്തെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു. ഇഹലോകത്തെ ഇഷ്ടപ്പെട്ട് പരലോകത്തെ വിസ്മരിക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ പ്രശ്നം. ഭൗതിക ജീവിതത്തിൽ അത്രമാത്രം നമ്മളെ ആകർഷിപ്പിക്കുവാനും നമ്മൾ അതിൽ അശ്രദ്ധമാക്കുവാനും പറ്റും. അശ്രദ്ധന്റെ കാലദൈർഘ്യം ഉള്ളതാണ്. കബറിങ് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി കബറിങ് പറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് വരെയും മരണം വന്നെത്തുന്നത് വരെയും നമ്മൾ ഈ ലോകത്തെ തൊട്ട് അശ്രദ്ധയിലായിരിക്കും. നമ്മുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അശ്രദ്ധയിലായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ നിന്ന് തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തുക്കളെ, ഉറച്ചു ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് സാധ്യമായി തീരും. ഞാനിത് പറയാൻ കാരണം വല്ലാതെ ലോകത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ അടുത്ത സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ്. ഇപ്പോ നിങ്ങൾക്കറിയാം, ലൈംഗിക സദാചാര രംഗത്ത് എന്താണ് ഇന്നത്തെ ഒരു ജീവിതാവസ്ഥ എന്ന് നമ്മൾ കേട്ടാൽ നമ്മളൊക്കെ പേടിക്കണം. കാരണം ആർക്കും ഏതു സമയത്തും എന്താണ് വഴികേടുകളും വഴിതെറ്റുകളും സംഭവിക്കുന്ന ഒരു പുതിയ ലോകത്താണ്. ഞാൻ ശ്രദ്ധയോടുകൂടെ ജീവിക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ ഉദാഹരണത്തിലേക്ക് കടന്നത്. ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത വണ്ടിയിൽ വെച്ച് അറ്റൻഡ് ചെയ്ത ഫോണുകൾ ആലോചിച്ചാൽ ഒരു ഫോണിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു സുഹൃത്ത് വിളിക്കുകയാണ്. ആർക്ക് വേണ്ടി? തന്റെ പിതാവിന് വേണ്ടി. എന്താ? വാപ്പ ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിൽ വരുന്ന സമയത്ത് ഫോണെടുത്ത് നോക്കിയതാണ്, ഗാലറിയിലെ ഫോട്ടോ. സ്വന്തം പിതാവിന്റെ ഗാലറിയിലെ ഫോട്ടോ കാണുകയാണ്. അശ്ലീലമായ ഫോട്ടോ. അവർക്ക് പരിചയമുള്ള ചില സ്ത്രീകളുടെ അത്ര സുഖകരമല്ലാത്ത ഫോട്ടോ. അതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വകാര്യതകൾ അത്രമേൽ വഴിപിഴച്ചു പോകുന്നൊരു സാഹചര്യം. സ്വർഗം ആർക്കാണെന്ന് അള്ളാഹു നമ്പർ ഇട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അറിയുന്നത്? എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിലെ തഖ്വ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെന്തേ സുഹൃത്തുക്കളെ പറഞ്ഞു? സക്കാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവർ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. ഇത് വെറും വാക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ്യം എന്ന കാര്യം, അല്ലാഹുൽ ജന്ന, സ്വർഗ്ഗം അവന് കിട്ടും, ഞാൻ ജാമ്യം. ഏത് വിഷയത്തിലെ ജാമ്യം സുഹൃത്തുക്കളെ? മാ ബൈന ഫഖദൈഹി വമാ ബൈന ലിഹിയൈഹി. രണ്ട് താടിയെല്ലുകൾക്കുള്ളിലും അതേപോലെ രണ്ട് തുടകൾക്കുള്ള മുഖ്യസ്ഥാനത്തെയും ഒരാൾ സൂക്ഷിക്കും. മുഖ്യസ്ഥാനത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കും. അത്ര നിസ്സാരമാക്കേണ്ട കാര്യമല്ല. ഒരു പുതിയ ലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങൾ ചിന്തിച്ചു, എന്താണ് ഇത്രമാത്രം വലിയൊരു പ്രശ്നമായിട്ട് ഈ ലൈംഗികതയെ, സ്വകാര്യ ജീവിതത്തെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറയാൻ കാരണം? പല ആളുകൾക്കും മനസ്സിലാകാത്ത കാര്യം സുഹൃത്തുക്കൾ, അതിന്റെ ദുരന്തം നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ എത്രയോ അപ്പുറം അതിന്റെ ദുരന്തം. നിങ്ങൾ ആഴ്ചക്ക് നിങ്ങൾ ഒരു തീയിടുന്ന സ്ഥലത്തൊരു ഉറുമ്പിനെ ഉണ്ടായി, നമ്മള് ഒരുപക്ഷെ ആ തീ അവിടെ നിന്ന് മാറ്റി. അങ്ങനത്തെ മനുഷ്യന് എന്താ ചെയ്യണറിയുകൾ? ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാം, നിങ്ങളുടെ അയൽപ്രദേശത്ത് തന്നെ ഉണ്ടായത് ഒരു സഹോദരി തന്റെ ഭർത്താവിന്റെ കഴുത്തർ മരണം ഉറപ്പുവരുത്താൻ കഴുത്ത് മുറിച്ചെടുക്കുക സ്വന്തം കൈകൾ. എവിടുന്നാണ് അവരതിന് പരിശീലിച്ചത് സുഹൃത്തുക്കളെ? എത്രയാൾ അവർ കൊന്നിട്ടുണ്ട്? അവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ഹൈക്കോടതിയുടെ വരാന്തയിൽ പാല് കൊടുത്ത് വളർത്തി 20 കൊല്ലം പോറ്റി വളർത്തി കൊണ്ടുവന്ന മകളെ വാഹനം ഇറക്കിക്കൊന്ന് ജഡ്ജിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഉമ്മയും വാപ്പയും അപ്പുറത്ത് കണ്ണീർ തുടച്ച് കാത്തുവാക്കുകളെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ
ഏതോ ഒരു പയ്യന്റെ കൂടെ ഞാൻ പോകുന്നു എന്ന് ഒരു യാത്ര പോലും ചോദിക്കാതെ ഒരു പെൺകുട്ടിക്ക് ഇറങ്ങിപ്പോകാൻ ആ മനസ്സിന് എവിടെ നിന്ന് കരുത്ത് കിട്ടി? എവിടെ നിന്ന് കരുത്ത് കിട്ടി? ചോദിക്കണം. രണ്ട് കുട്ടികളെ ബൈക്കം വരുത്തിയിട്ട് നേരം കൊണ്ടുപോയി വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ അവർ മുങ്ങിപ്പൊങ്ങുമ്പോൾ ഒന്നും ആ പിതാവിന്റെ മനസ്സിൽ തോന്നിയില്ലെങ്കിൽ ആ മനസ്സിന്റെ കാഠിന്യം എങ്ങനെയുണ്ടായി? കൊന്നുണ്ടായതാ, കൊന്ന് പരിശീലനം കിട്ടിണ്ടായതാണ്. സുഹൃത്തുക്കളെ, മുങ്ങിച്ചാകുന്ന സ്വന്തം കുഞ്ഞിനെ കൈകൊണ്ട് പൊക്കിയെടുക്കാൻ തോന്നാത്തത് അവിഹിത ബന്ധങ്ങളുടെ അനന്തരഫലങ്ങളാണിത്. അവിഹിത ബന്ധങ്ങളുടെ അനന്തരഫലങ്ങളാണ്. ഞങ്ങളൊക്കെ ഇരുന്ന് പണിയെടുത്ത് നോക്കിയ എന്തിനും പറഞ്ഞ നേരം. പക്ഷേ ഒരു അഫയറിൽ കുടുങ്ങിയ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നത് ശ്രമമാണ്. എന്താ സ്ഥലങ്ങൾ? ആണും പെണ്ണും തമ്മിൽ അവിഹിതമായ ഒരു മാനസിക ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ശാരീരിക ബന്ധമെത്തുന്നതുവരെ അതിന്റെ സാക്ഷാത്കാരത്തിന് മുന്നിൽ അവർക്കൊന്നും തടസ്സമല്ല. ഒന്നും തടസ്സം. സുഹൃത്തുക്കളെ, നല്ല ബോധവൽക്കരണങ്ങളും നല്ല അറിവുകളും നമ്മുടെ പുതുതലമുറകൾക്ക് നമ്മൾ പകർന്നു നൽകിയേ പറ്റി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ 4 കുട്ടികളുള്ള താങ്കളെ കുറിച്ച് നാളത്തെ കാലത്തിലോ അയൽവാസിയുടെ നാവിലോ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്കൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ, സുഹൃത്തുക്കളെ, പിറ്റേന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കാനാകുമോ? പുറത്തിറങ്ങാൻ ആർക്കും സംഭവിക്കാവുന്ന കാര്യം. എന്താണ് സുഹൃത്തുക്കളെ പരിഹാരം? എന്താണ് പരിഹാരം? പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താ പരിഹാരം? ഒന്നാമത്തെ പരിഹാരം ഇന്ത്യയിൽ രാവിലും പകലിലും രഹസ്യത്തിലും പരസ്യത്തിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചവൻ അവൻ അറിയാൻ പറ്റില്ലേ സുഹൃത്തുക്കളെ? അവൻ നിഗൂഢ ജ്ഞാനിയാണ്. പടച്ചോന്റെ കാഴ്ചക്ക് രാത്രിയെന്നോ പകലെന്നല്ല, ദൂരമെന്നോ അടുത്തെന്നോ ഏതും കാണാം. എന്നിട്ടെന്താ സുഹൃത്തുക്കളെ? നാളെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും. നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും. അതല്ലാഹുവിന് എളുപ്പമുള്ള കാര്യമത്രേ. എല്ലാ രഹസ്യങ്ങളും നേരിട്ട് കാണും. ഇന്നത്തെ ഏതോ ഒരു പത്രത്തിന്റെ ഫസ്റ്റ് പേജിലെ തുടക്കത്തിലൊരു CCTVയിലെ ഫോട്ടോ നിങ്ങൾ കണ്ടുകൊണ്ട് ATM തകർത്ത് ലക്ഷങ്ങൾ അപകരിച്ച വ്യക്തിയുടെ ഫോട്ടോ നോക്കുങ്ങൾ. മുഖത്തിങ്ങനെ കെട്ടിയിട്ടുള്ളൊരു ഫോട്ടോ. നട്ടപ്പാതിരൊക്കെ എല്ലാ ആസൂത്രണങ്ങളും നടത്തിയ അതിന്റെ ദൃശ്യം അയാളിങ്ങനെ കാണുക. എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ദൃശ്യം അതുപോലെ കാണുക. റോഡിൽ നടന്ന ആക്സിഡന്റിന്റെ ആ ചിത്രം, ആരും കാണാത്ത ആക്സിഡന്റിൽ ആ വാഹനവും ബൈക്കും തമ്മിൽ ഇടിക്കുന്നതും ആ സുഹൃത്ത് റോഡിൽ പിടഞ്ഞു മരിക്കുന്നതും നേർക്കുന്നേ അയാളെ ഭാര്യയും കുട്ടികളും, വീട്ടിലുണ്ടായിരുന്ന ഭാര്യയും കുട്ടികളും. പിന്നെ യൂട്യൂബിൽ കാണുകയാണ്, ഫേസ്ബുക്കിൽ കാണുകയാണ്. സുഹൃത്തുക്കളെ, എന്തിനാ താമസിക്കുന്നത്? എല്ലാം കൺമുന്നിൽ വരുന്ന ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിത കാഴ്ചകൾ കാണിച്ചു. സുഹൃത്തുക്കളെ, ഭാര്യ അറിയാതെ ചാറ്റ് ചെയ്തത് ഭാര്യ അറിയുന്ന ഒരു ദിനം, ഭർത്താവ് അറിയാതെ ബന്ധപ്പെട്ടത് ഭർത്താവ് അറിയുന്ന ഒരു ദിനം, വെളുത്ത കുപ്പായവും വെളുത്ത തുണിയുമെടുത്ത് മാന്യനായി പ്രത്യക്ഷപ്പെട്ടവന്റെ അകത്തെ കാര്യങ്ങൾ പുറത്തു വരും ദിവസം. ഒരു രഹസ്യവും രഹസ്യമായി കിടക്കാത്തൊരു ദിവസം. അതാണ് ബോധ്യപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും എല്ലാ ലൈംഗിക അരാജകത്വങ്ങളും നടക്കുന്നത് ഇരുട്ടിന്റെ മറവിലോ ആളുകൾ കാണുന്നില്ലെന്ന ധൈര്യത്തിലോ ആണ്. ആ ധൈര്യത്തിന് അസ്തിത്വമില്ലാതെയായി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പിന്നെ ഒന്നും ചെയ്യാൻ മനസ്സ് ധൈര്യപ്പെടും. ഏറ്റവും പ്രധാനം സുഹൃത്തുക്കളെ, ചില അറിവുകൾ ഈ സന്ദർഭത്തിൽ പറയാൻ
ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയിൽ അനുവദനീയമായ വശമുണ്ടല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ പരിഹാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കുന്നിടത്ത് നമ്മളെല്ലാവരും വളരെ കൃത്യമായ പരിശ്രമങ്ങൾ നടത്തണം. ദാമ്പത്യ പരാജയങ്ങൾ ഒരു പരിധിവരെ ഈ വഴിവിട്ട ലൈംഗികതയ്ക്ക് ഒരു കാരണമാണ്. ഞാൻ പറഞ്ഞത് എല്ലാ സ്ത്രീകളും ഒരേപോലെ തന്നെയാണ്, എല്ലാ പുരുഷന്മാരും ഒരേപോലെ തന്നെയാണ്. ഒരു മനുഷ്യന്റെ ലൈംഗികമായ സംതൃപ്തിക്ക് അവന്റെ ഇണയിൽ നിന്ന് സാധ്യമാകുന്നുവെങ്കിൽ എങ്ങോട്ട് പോലും കാര്യം. വഴിവിട്ട ഒരു ജീവിതത്തിൽ ഒരു ആവശ്യവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ സുഹൃത്തുക്കളെ, അത് നിർവഹിക്കുന്നിടത്തും അത് മനസ്സിലാക്കുന്നിടത്തും ചില പരാജയങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു നിക്കാഹ് നടക്കുന്ന സമയത്ത് ആ വിവാഹത്തിന്റെ ഖുത്ബ നിർവഹിക്കുന്ന എല്ലാവരും പറയാൻ വിട്ടുപോകാത്തൊരു ഹദീസാണ്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. ഈ യുവ സമൂഹമേ, നിങ്ങൾ എന്ത് ചെയ്യണം? ബാഅത്തെത്തി ശേഷി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. എന്തിനാണ് വിവാഹം? എന്തിനാണ് വിവാഹം സുഹൃത്തുക്കളെ? ആദ്യത്തെ ഇന്നഹു അഗല്ലുലിൽ ബശർ, കണ്ണുകളെ താഴ്ത്താൻ. കണ്ണുകൾ എനിക്ക് കാണാനും ഒരു സ്ത്രീയിൽ നിന്ന് എന്തെല്ലാം കാണാൻ ഒരു പുരുഷനുണ്ടോ, ഒരു പുരുഷനിൽ എന്തെല്ലാം കാണാൻ ഒരു സ്ത്രീക്കുണ്ടോ, അതിന് പച്ചയായ അനുവാദം കൊടുത്തിട്ട് ഒരാൾക്കൊരു സ്ത്രീനെ വിട്ടുകൊടുത്താൽ, ഒരു പുരുഷനെ വിട്ടുകൊടുത്താൽ, പിന്നെ ആ കാര്യത്തിന് വേറെ സ്ഥലത്തേക്ക് നോക്കേണ്ട കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? എന്തൊരു വലിയ ബുദ്ധിയാണത്. മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും കണ്ണുകളെ താഴ്ത്താനും വിവാഹം കൊണ്ട് പറ്റില്ല. പക്ഷേ ആ സാക്ഷാത്കാരം നടക്കണം. നോക്ക്, നിങ്ങൾ ഈ ഫോൺ സൈറ്റുകൾ അശ്ലീലങ്ങൾ കാണുക, ഏത് പ്രായക്കാർ. ഇന്നലെ യുവാക്കളായ 3 സുഹൃത്തുക്കൾ എന്റെ വീട്ടിൽ ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും അധികം പ്രസംഗിക്കേണ്ട വിഷയം ഇതാണ്. കാരണം ഞങ്ങൾ ചെറുപ്പക്കാർക്കിടയിലാണ് ജീവിക്കുന്നത്. 10 ചെറുപ്പക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അത് ഏത് തരത്തിലാവട്ടെ 6 പേരും ഫോൺ സൈറ്റുകൾ കാണുന്നവരാണ്, അശ്ലീലങ്ങൾ കാണുന്നവരാണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ ദുരന്തം അടുത്ത ഭാവിയിൽ നമ്മുടെ ലോകം അനുഭവിക്കാൻ പോവുകയാണ്. ഈ അശ്ലീലങ്ങൾ കാണുന്നതിന്റെ മഹാദുരന്തം. കാരണം ദുരന്തം ഉണ്ടാകും. എന്റെ ഉത്ബോധനങ്ങൾ അവഗണിച്ചാൽ അവന് കുടുസായൊരു ജീവിതം വരും സുഹൃത്തുക്കളെ. 8ാം ക്ലാസ് മുതൽ മാസ്റ്റർ ഭാഷൻ സ്വയംഭോഗം ചെയ്ത ഒരു സുഹൃത്ത് കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും അവനൊരു വിവാഹ ജീവിതത്തിലേക്ക് വരാനാവില്ല. അവന്റെ ഒരു മനോവിഷമങ്ങളൊന്നും ആലോചിച്ചപ്പോൾ വരാൻ പറ്റുന്നില്ല. ഏറ്റവും വിദഗ്ധനായ ലൈംഗിക രോഗത്തിന്റെ ആളെ കണ്ട് ചികിത്സകൾ നേടി തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിപ്പെടണമെങ്കിൽ നാം ചിന്തിക്കണം, ഗൗരവപരമായി ആലോചിക്കും. ഖുർആൻ വെറുതെ പറയുന്നത് والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. ഭാര്യ അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, സമൂഹം അറിയാതെ ഫോണിന്റെ സ്ക്രീനുകളിൽ അശ്ലീലം കാണുന്നവരെ നിങ്ങൾ കടുത്ത വില നൽകേണ്ടി വരും. ഒന്നുകിൽ നിങ്ങൾ മാനസിക രോഗികളായി മാറും, അല്ലെങ്കിൽ നാളെ നിങ്ങളെ ബഹുമാനിച്ചവരും ആദരിച്ചവരുടെയും മുമ്പിൽ മുഖത്ത് നോക്കാൻ പറ്റാത്ത അപമാനങ്ങളിലേക്ക് നിങ്ങൾ എടുത്തെറിയപ്പെടും. അതല്ലെങ്കിൽ മാനസിക രോഗികളായി ജീവിതത്തിൽ ഈ സുഖം വിഹിതമായി അനുഭവിക്കാൻ പറ്റാത്ത ഹതഭാഗ്യരായി ജീവിതത്തിൽ അവശേഷിക്കും. യാതൊരു സംശയമില്ല സുഹൃത്തുക്കളെ. എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികൾ ഇത്തരം അപകടങ്ങളിൽ എത്തിപ്പെടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു പയ്യൻ എന്നോട് പറഞ്ഞത്, ചെറുതൊരു തെറ്റാണ് നമുക്ക് അറിയുന്നത്, ഒരു തെറ്റാണെന്ന് എനിക്ക് അറിയുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ എത്തിയപ്പോൾ എന്റെ ഉമ്മ എന്നോട് പറയുന്നു, അത് തെറ്റാണ്, കണ്ണുകൊണ്ട് നോക്കിയാൽ തെറ്റാണ്, എല്ലാം തെറ്റാണെന്ന് ഇപ്പോഴാ പറഞ്ഞിരുന്നു, ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ഇത്രയും അപകടകരമായൊരു ലോകത്തേക്ക് നമ്മുടെ പുതിയ തലമുറ പോകുന്നതിന് മുമ്പ് ഞാനിത് പറയാൻ കാരണം, ആരും വഴിതെറ്റാന്ന് പറയാൻ, നരകത്തിലേക്ക് ആർക്കും എത്തിപ്പെടാം, സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് എപ്പോഴും നമ്മുടെ മനസ്സു മാറാം. കാരണം അത്രമാത്രം പുതിയ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ
ഈ തെറ്റുകളിൽ നിന്ന് മോചിതമായെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഇന്ന് ഏറ്റവും അധികം അവസരങ്ങൾ കൗമാരപ്രായക്കാരാണ്. മിക്സഡ് സ്കൂളുകളാണ്, മിക്സഡ് കോളേജുകളാണ് എല്ലായിടത്തും. എവിടെ ഒരു സ്കൂൾ ക്യാമ്പസിലേക്കോ പിന്നെ കോളേജ് ക്യാമ്പസിലേക്ക് എത്തി നമ്മൾ കാണുന്ന കാര്യങ്ങൾ, സാധാരണ നമ്മൾ ഫാമിലികളൊക്കെ വരുന്നൊരു പാർക്കിൽ ചെന്നാൽ എന്താ കാണുക? ഫാമിലികളൊക്കെ വിശ്രമിക്കാൻ വേണ്ടി പാർക്കിൽ ചെന്നാൽ എന്താ കാണുക? ഓരോ ദമ്പതികൾ ഓരോ സ്ഥലത്ത് തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. അതേപോലെയാണ് ഓരോരുത്തർക്ക് സൗകര്യം. ഒരു ക്ലാസ്സിൽ ഒഴിവുണ്ടെങ്കിൽ അപ്പുറത്തെ ബെഞ്ചിൽ എന്ത് ചെയ്യും? കുട്ടികളുടെ സൗകര്യത്തിന് പോയിരിക്കും. സ്വന്തം വീട്ടിന്റെ റൂമിൽ ആങ്ങളെയും പെങ്ങളും ഏതുപോലെ ഇരിക്കുന്നുവോ അതുപോലെയാണ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. വേഷങ്ങളും രൂപങ്ങളുമോ സുഹൃത്തുക്കളെ ഒരിക്കലും അച്ചടക്കത്തിന്റെയോ മാന്യതയുടെയോ യാതൊരു രൂപവും വേഷങ്ങളില്ലാത്ത അവസ്ഥ. ഇതൊക്കെ ഒരുപക്ഷെ സംസ്കാരമാണെന്നോ അല്ലെങ്കിൽ പുതിയ കാലഘട്ടമാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞാലും ചില അപകടങ്ങൾ പറ്റുമ്പോൾ ആളുകളെല്ലാം കണ്ണു തുറിച്ച് വല്ലതും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരും. അപകടകരമാണ്. ഞാൻ പറഞ്ഞത് അടുത്ത ഭാവിയുടെ വിവാഹങ്ങളിൽ വലിയൊരു ശതമാനം അഫെയർ മാരേജുകളാണ്. അഫെയർ മാരേജിന്റെ ദുരന്തം എന്താണെന്ന് പലപ്പോഴും രക്ഷിതാക്കന്മാർക്ക് അറിയില്ല. ഒരു അഫെയർ വരുമ്പോഴേക്കും ആ പയ്യനെ പറ്റി അന്വേഷിക്കും. ഇതിനെ അന്വേഷിക്കുന്നത് പറ്റുമെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാനാണ്. എന്ന സുഹൃത്തുക്കളെ, അതിന്റെ ദുരന്തം എത്രയാണെന്ന് അത്തരം വിവാഹങ്ങളുടെ പരാജയങ്ങളിലേക്ക് എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് പറയേണ്ട ഒരു സമയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയും. പക്ഷെ എങ്കിലും പിന്നെ നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചു ചെയ്ത ഒരു സദസ്സെന്ന് ഞാൻ പറയാം. അതിന്റെ അപകടങ്ങൾ എത്രയാണ്? 10 വർഷമായിട്ട് അവര് പ്രേമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ഒരു കുട്ടിയുണ്ട്. വളരെ സുഖമായി എല്ലാ ജീവിത സാഹചര്യങ്ങളും ഓക്കെ, നല്ല വരുമാനമുണ്ട്, ശമ്പളമുണ്ട്, നല്ല ശാരീരികാവസ്ഥ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ, എന്താ സംഭവിച്ചത്? 10 കൊല്ലം വരെയും ഒരേ ഒരു പ്രശ്നമേ അവർ അലട്ടുന്നുള്ളൂ. എന്താണ്? ഭർത്താവ് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചാൽ അവൾക്ക് സംശയം. എന്താ സംശയം? അന്ന് നിന്നെ വിളിച്ച പോലെ ആരെങ്കിലും വിളിക്കുകയാണോ എന്നാണ്. ഈ സംശയം കൂടി വന്നതിവരകൾ മാനസിക രോഗമാണ്. ഭർത്താവ് പുറത്ത് 8 മണിക്കൂർ പോയാൽ തിരിച്ചു വരുന്നവരെ അവളുടെ മനസ്സിൽ 8 മണിക്കൂറും അയാൾ ചാറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കാമുകിയെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു അഫെയറിനോട് സംസാരിക്കുന്നു എന്ന് ചിന്തിച്ചൊരു പെണ്ണ് വീട്ടിലിരുന്നാൽ എന്ത് സംഭവിക്കും സുഹൃത്തുക്കളെ? ആ സംശയം അവരുടെ കുടുംബത്തെ തകർച്ചതാണ്. എത്രയോ സംഭവങ്ങൾ ഞാൻ പറയുന്നു. നാം തിരിച്ചു വരണമെങ്കിൽ ശരിയായ ബോധവും ശരിയായ വിശ്വാസത്തിലൂടെയും മാത്രമേ. അങ്ങനെ എല്ലാ കുട്ടികളെയും ഇത്തരം അപകടങ്ങളിൽ പെടുന്നതിന് മുമ്പ് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ ഷബീബ് ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനം കുട്ടികളുടെ ഈ പ്രായത്തിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവർ ചെന്നുപെടാവുന്ന ഏറ്റവും വലിയ അപകടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവർ മാറും. എന്നാൽ അകപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്തിരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെ സമൂഹത്തിൽ നമ്മുടെയും നമ്മുടെ പുതിയ ഭാവിയുടെയും എല്ലാം സ്വർഗത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒട്ടനവധി കാര്യങ്ങളും. ഒന്ന് ലഹരിയാണ്. ഇന്ന് പത്രത്തിൽ എപ്പോഴും വായിക്കുന്ന കാര്യമാണെന്ത്? സാധാരണ എപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട് എന്ത്? അവിടെ ഇത്ര കഞ്ചാവ് പിടിച്ചു, ലക്ഷത്തിന്റെ കോടിയുടെ. ഇത് പിടിക്കാത്ത കുറെ ഉണ്ടാവില്ല. അതാരാ വാങ്ങിപ്പോണത്? പിടിക്കാത്തത് ആരാ വാങ്ങിപ്പോണത്? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ഫേസ്ബുക്കിലൊരു ഫോട്ടോ. എന്താ ഫോട്ടോ? ഒരു സ്കൂളിന്റെ ഏതോ ഒരു കോർണറിൽ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളായിരിക്കും യൂണിഫോമില്. എന്താണ് ആ രംഗം? ഒരു വാപ്പ കണ്ടാൽ തളർന്നു പോയി. എന്തായാലും കഞ്ചാവ് വലിക്കുന്ന ഒരു സ്കൂൾ കുട്ടിയുടെ തൊട്ടടുത്ത് നിന്ന് അവൻ വെറുതെ തമാശക്കൊരു പുകെടുത്തു എന്ന് പറഞ്ഞാൽ ആ ഒറ്റ പുകമ്മ ഒരു ജീവിതം നശിച്ചു. ഒരു മകൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത്ര മാരകമാണ് സുഹൃത്തുക്കൾ. ചെറുതല്ല, 15 വയസ്സ് 14 വയസ്സുള്ള കുട്ടികളാണ്. നമുക്ക് ഇടിക്കാൻ പറ്റില്ല. ഡിജക്ഷൻസ് 18 വയസ്സാകാതെ ഒരു കുട്ടിനെ എടുക്കാൻ പറ്റില്ല. അതിന്റെ മുമ്പുള്ള കുട്ടികളെ കൂടുതൽ വാപ്പാനും ഇമ്മാനിമാരൊക്കെ കൂടെ നിർത്തിയിട്ടാണ് പല കുട്ടികളെയും താമസിക്കുന്നത്. ഈ പുതിയ ലോകം സുഹൃത്തുക്കളെ, എന്തിനു മതം, എന്തിന് പ്രസംഗം, എന്തിന് ക്ലാസ് എന്ന് ചോദിക്കുമ്പോൾ അത് ചില സംഘടനകൾക്ക് ജീവിക്കാൻ, അവർക്ക് ചില പരിപാടി ഉണ്ടാകാൻ, അവരാണ് ഇവിടെ നിന്ന് കാണിക്കാൻ എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയ രക്ഷിതാക്കൾക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേഷനറി കട വേണം, ഒരു ഹോസ്പിറ്റൽ വേണം, അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ഒരു ഹോം നീഡ്സിന്റെ കട വേണം എന്നൊക്കെ പറഞ്ഞതിനേക്കാളും വലിയ അത്യാവശ്യമാണ് എന്ത്? നിങ്ങളെ കുട്ടികൾക്ക് ജീവിതത്തിന്റെ നന്മയുടെ വഴികൾ കാണിച്ചു കൊടുക്കുന്ന
അവരെത്തുന്ന ചതിക്കുഴികളെ കുറിച്ച് അവർക്ക് ഹൃദയത്തിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ക്ലാസുകളും മതബോധനങ്ങളും നടത്തുന്ന അവസരങ്ങളും സെന്ററുകളും അധ്യാപകന്മാരും പണ്ഡിതന്മാരും സുഹൃത്തുക്കളെ ഈ സമൂഹത്തിൽ മറ്റെന്തിനേക്കാളും ആവശ്യമാണെന്ന് സമൂഹം തിരിച്ചറിയണം. എല്ലാ മത്സരങ്ങൾക്കും എല്ലാ വഴക്കുകൾക്കും വെക്കണങ്ങൾക്കും വിഭജനങ്ങൾക്കും അപ്പുറം നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തേണ്ട, നമ്മുടെ മക്കളിലേക്ക് എത്തേണ്ട ചില നന്മകൾ സുഹൃത്തുക്കളെ ഈ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിലൂടെ, ഈ മതപ്രബോധനത്തിലൂടെ, ദീനി പഠനത്തിലൂടെ മാത്രമേ എത്തിച്ചേരുള്ളൂ. ഇതെങ്ങാനും കിട്ടാതെ നമ്മുടെ ഒരു കുമാരിയോ കുമാരനോ ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിയോ വഴിതെറ്റിപ്പോയാൽ അവർ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളെയും സമയങ്ങളെയും സുഹൃത്തുക്കളെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം എന്ന് ഓർപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ധാരാളക്കണക്കിന് ഇസ്ലാം ഏതെല്ലാം രംഗങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ ആ രംഗങ്ങളിലെല്ലാം നമുക്ക് പരിഹാരമാക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുള്ളത്. ശരിയായ വിശ്വാസവും ശരിയായ ദീനും നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സുഹൃത്തുക്കൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇതൊക്കെ ഒന്നും വെറുതെ പറയണ കാര്യമില്ല. നമ്മളിതൊക്കെ അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും മാത്രമേ എന്തുണ്ടാവുള്ളൂ, നിങ്ങൾ നമുക്കൊരു സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കും. ഞാൻ ഇപ്പോ ഏറ്റവും അധികം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മറ്റൊരു കാര്യമാണ് മാനസിക രോഗങ്ങൾ. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു മകളോ അല്ലെങ്കിൽ ഭാര്യയോ എപ്പോഴെങ്കിലും ഒരു സൈക്യാട്രിക് ഡോക്ടറെ കണ്ട് ഒരു മാനസിക രോഗത്തിന് മരുന്ന് കുടിക്കേണ്ടി വരുന്നു നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കും. എന്നാൽ അത്തരം ആളുകൾ ഇല്ലാത്ത വീടുകൾ ഇന്നില്ലെന്ന് പറയുന്നത് നമ്മളതിന്റെ കാരണങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതിന്റെ സുഹൃത്തുക്കളെ. മരുന്ന് കുടിക്കുന്നതിനെ ഞാൻ വിമർശിക്കല്ല, പക്ഷെ തരും മരുന്നിനെത്തുന്നവൻ അടിമയാകുക. എന്തുകൊണ്ടറിയും? എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മാനസിക നില തെറ്റുന്നത്. രോഗകാരണങ്ങൾ ഉണ്ടാവും, എന്നാൽ സൈക്യായിട്ടുള്ള മാനസികമായ കാരണങ്ങളുണ്ടാവും. അപ്പൊ ഈ കാരണങ്ങളെ കൊണ്ടൊരു വിഷമം വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഒരു ഡോക്ടർ പറയാൻ തിരിഞ്ഞ് മരുന്ന് കഴിക്കണം. അപ്പത്തെ പ്രശ്നം കാര്യങ്ങൾ അതുവരെ മാനസിക നില തെറ്റാണ്ടായ കാരണത്തെക്കാളും വലിയ കാരണം എപ്പോൾ ഞാനൊരു മാനസിക രോഗിയാകുന്നു എന്ന മനസ്സിന്റെ ചോദ്യം ഒരു രോഗമില്ലാത്ത മനസ്സിന് തളർത്തും. ഞാൻ ഇന്നു മുതൽ ഒരു മാനസിക രോഗിയാണോ എന്നാ ചോദിക്കണം. സുഹൃത്തുക്കളെ, ഇത് വെറുതെ വരുന്നതല്ല. എത്രയോ വർഷങ്ങളായി ഇത്തരം അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ള ആളുകളോട് നമ്മൾ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു ബേസാണ് നമ്മൾ പറയുന്നത്. ഒരു ബേസ് അത് പറഞ്ഞു കൊടുത്താൽ, അത് പറഞ്ഞു കൊടുക്കുന്നതോട് കൂടെ എങ്ങനെയാണ് ഇവർ മാറുന്നത്? ഒരു അത്ഭുതം തന്നെയല്ലേ അത്. ഒരു മനസ്സിലാക്കൽ. ഞാൻ ഒരാളോട് പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു അർത്ഥം പറഞ്ഞാൽ അൽഹംദുലില്ലാഹി സർവസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്. ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ അറിയേണ്ടതിനെ കുറിച്ചാണ്. അപ്പൊ അൽഹംദു എല്ലാ സ്തുതികളും സർവസ്തുതികളും സ്തുതികൾക്ക് മാത്രമാണ് അല്ലാഹു. പടച്ചവൻ അങ്ങനെ ചെയ്യൂല. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നന്മയിലേക്കുള്ള ഒരു വഴി ഒരു ഗുണമായി മാത്രമേ വരൂ, ഒരു ഗുണമായി മാത്രമേ വരൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതൊരു വല്ലാത്ത അത്ഭുതമാണ്. ആളുകൾക്ക് അതൊരു വല്ലാത്ത അത്ഭുതമാണ്. സുഹൃത്തുക്കൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിക്കുള്ള അറിവ് അതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വെറുതെ അത്ഭുതം. മനസ്സിന്റെ ഒരു ഉറപ്പുമേ നമ്മളത് ജീവിക്കും. ആ ഉറപ്പൻ പോയാൽ എന്താ കാട്ടുകയാണ്? ആ ഉറപ്പൻ പോയാൽ രാത്രി ഒരു സ്ത്രീ ഇങ്ങനെ കടന്നിട്ട് കണ്ണിങ്ങനെ തുറച്ച് ഇങ്ങനെ കടക്കണം. അപ്പൊ എന്നാ എന്താ പത്രത്തില് ഒരു വീട്ടില് ഒരു കള്ളം കയറിയിട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്കുള്ള കുട്ടിയായിട്ട് കിടക്കുന്ന ആ സ്ത്രീനെ ഉപദ്രവിച്ചു തലക്കടിച്ചിട്ടൊക്കെ വാർത്ത പത്രത്തിൽ വായിച്ചത് മുതൽ കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ആലോചിക്കുന്നത്, ആ തലക്കടിച്ച വ്യക്തി വരുന്നതും വാതിലുമ ചവിട്ടുന്നതും തുറക്കുന്നതും കോണി കയറി വരുന്നതും ഇങ്ങനെ കാണുന്നതിനല്ല ദിവസം. 5 കൊല്ലം അങ്ങനെ കണ്ണുറന്ന് കിടന്നിട്ടും ഇപ്പോഴും വന്നിട്ടില്ല. എന്താ കാര്യം? മനസ്സിന്റെ ധൈര്യം. എന്താ മനസ്സിന്റെ ധൈര്യം സുഹൃത്തുക്കളെ? മനസ്സിന്റെ ധൈര്യം എന്താ? അവിടെ ഞാൻ വാതിലടച്ചു, ഗേറ്റ് അടച്ചു, അപ്പുറത്തെ അയൽവാസികൾ ഉണ്ട്, എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഇതൊക്കെ ധൈര്യം, അതിനൊക്കെ ധൈര്യം തന്നെ. പക്ഷെ അതിനേക്കാളും വലിയ ധൈര്യം എന്താ? നിങ്ങൾ എനിക്ക് ചെയ്യപ്പെട്ട ചില കാര്യങ്ങൾ അത് എനിക്ക് സംഭവിക്കും, എനിക്ക് വേറൊന്നും എനിക്ക് സംഭവിക്കും.
എനിക്ക് മരിക്കാനൊരു സമയമുണ്ട്, അപ്പോഴേ ഞാൻ മരിക്കൂ, എന്റെ വിധിയിൽപ്പെട്ടതേ വരൂ. ആലോചിക്കുമ്പോൾ അത് വിശ്വാസമാണ്, അത് വിശ്വാസമാണ്. പിന്നെ അള്ളാഹു ആരാ സുഹൃത്തുക്കളെ? അള്ളാഹു ആരാ? അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, എല്ലാം നോക്കി നടത്തുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ, അതാണ് പടച്ചോൻ. അതുകൊണ്ട് രാത്രി അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഗുണങ്ങളും അടങ്ങുന്ന ആയത്തുൽ കുർസി ഓതി കടന്നാൽ നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഉറങ്ങാൻ, എനിക്ക് കാവലാവാൻ ഒരു മലക്ക് ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഉറങ്ങാൻ എന്ത് പേടിയാണ്, ഉറങ്ങാൻ എന്ത് പേടി. പിന്നെ ആരാ കാവൽ? ആരാ കാവൽ? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുവേ, എന്റെ കാര്യങ്ങൾ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, നിന്നിൽ നിന്നല്ലാതെ, നിന്നിലേക്കല്ലാതെ ഒരു രക്ഷാസങ്കേതമില്ല, രക്ഷാസ്ഥാനമില്ല, നിനക്കല്ലാതെ രക്ഷിക്കാനാവില്ല. എന്തല്ലാ അള്ളാഹു, നിനക്കല്ലാതെ ശക്തിയില്ല, നിനക്കല്ലാതെ കഴിയില്ല. ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്ത് പേടിയ സുഹൃത്തുക്കളെ ജീവിതത്തിലുള്ളത്. ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറകൾ അറിയുമ്പോൾ നിർഭയത്വത്തോടെ കിടക്കാൻ പറ്റും. ഒന്നും നമ്മൾ പഠിച്ചില്ല, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്ന സുഹൃത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർത്ഥം എന്തായി വെച്ചാൽ എല്ലാവരും പറയും, നമുക്കറിയും, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിനാണ്. എന്ന സുഹൃത്തുക്കൾ, ആ ബിസ്മില്ലാ എന്നൊരാൾ പറയുമ്പോൾ എന്താണ് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ? അയാൾ ചെയ്യുന്ന കർമ്മം കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളെയും മുൻനിർത്തി അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിക്കും. അപ്പൊ വീട്ടിൽ നിന്ന് ബിസ്മില്ലാ എന്നൊരാളെ ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളെയും മുൻനിർത്തി, പടച്ചോനെ ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു വരുന്നത് വരെ നിന്റെ മുഴുവൻ നാമങ്ങളെയും ഇസ്മുകളെയും മുൻനിർത്തി ഞാൻ നിന്നോട് കരുണയെ ചോദിക്കുന്നു. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, നീ കരുണ തരണേന്നാണ് ചോദിക്കുന്നത്. ആ കാരുണ്യത്തിന് അഭ്യർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവൻ ആ കരുണയെയാണ് പ്രതീക്ഷിക്കേണ്ടത്, ദോഷങ്ങളെല്ലാം പ്രതീക്ഷിക്കേണ്ടത്. സുഹൃത്തുക്കളെ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, നമ്മുടെ വിശ്വാസങ്ങളെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരു വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് മൂത്ത കുട്ടിയെ ഡൈവേഴ്സ്, രണ്ടാമത്തവൾ ഒരാളെ പ്രേമിച്ചു, അവൾക്ക് അവന്റെ കൂടെ അവളെ പറഞ്ഞേക്കാൻ ഞങ്ങൾ ഒരിക്കലും പറ്റില്ല. മൂന്നാമത്തെ കുട്ടി പറയുന്നത് എനിക്ക് കല്യാണം വേണ്ടാണ്, ഞാൻ ഒരിക്കലും വിവാഹിതയാവും. 4 പെൺകുട്ടികൾ, ഒരിക്കലും എനിക്കൊരു വിവാഹം വേണ്ടാനാണ് മൂന്നാമത്തെ കുട്ടി പറയുന്നത്. മനസ്സിലായി? ഒരു കുട്ടിയുടെ വിവാഹം നടക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, എന്തായിരിക്കും ആ വീടിന്റെ അവസ്ഥ? എന്നിട്ട് ആ കല്യാണം നടന്ന പെൺകുട്ടി പറയാണ്, നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്കൊന്ന് വരണം, എന്റെ വാപ്പയും ഉമ്മയും ഇരിക്കുന്ന രൂപം കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ഒരു മരിച്ച വീടാണോ ഇതെന്ന്. ആ ഇരുത്തം തുടങ്ങിയിട്ട് എത്ര ദിവസമായി, ആ ഇരുത്തം തുടങ്ങിയിട്ട് എത്ര ദിവസമായി എന്നാണ് ആ സഹോദരി ചോദിക്കുന്നത്, ആ പെൺകുട്ടി, ആ മകൾ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, എവിടെയാണ് ഇതിന്റെയൊക്കെ ഉത്തരം? എവിടെ എന്തൊക്കെ മറുപടി? അപ്പൊ എന്താന്നിട്ട് മനസ്സിൽ ചോദിക്കുന്ന കാര്യം നിങ്ങൾ, എന്തോ ആരോ ചെയ്തു, എന്തോ പ്രശ്നം, എന്തോ താമസിച്ച സ്ഥലത്തിന് കുഴപ്പമുണ്ട്, ഇതേ ചിന്തിക്കുന്നു. ഏത് ജ്യോത്സ്യനാണ് പരിഹാരം? ഏത് മന്ത്രവാദിയാണ് പരിഹാരം? ഏത് പിന്നെ ഏത് പൂജാ സ്ഥലത്ത് പോയാലാണ് പരിഹാരം? സുഹൃത്തുക്കളെ, ഒന്ന് വെറുതെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർക്കൊരു മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സമയമില്ലാത്തത് കൊണ്ടും അവസരങ്ങളില്ലാത്തത് കൊണ്ടും സംഭവിച്ചു പോയ കാര്യം മാത്രമേ ഉള്ളൂ. മതപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് സംഭവിച്ച കാര്യം, മനസ്സിന് ആശ്വാസവും സമാധാനവും നൽകുന്ന വിശ്വാസങ്ങളും ചിന്തകളും മനസ്സിലില്ലാത്തതിന്റെ പ്രയാസം. ഒരു അരമണിക്കൂർ കിട്ടിയാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്ന കാര്യങ്ങളും പരിഹാരത്തിലേക്ക് എത്തിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഞാനിത് പറയാൻ കാരണം, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരറിവ് ദീനിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കും. ഇഹലോകത്തെയും പരലോകത്തെയും സഹായിക്കുന്നതാണ് സർവ വിവരങ്ങളും. ഫഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഈ ഗ്രന്ഥം നന്മ നിറഞ്ഞ ഗ്രന്ഥമാണ്. ഇതിന്റെ വെളിച്ചത്തിലൂടെ, ഇതിന്റെ അറിവിലൂടെ കടന്നു പോകുമ്പോൾ തികച്ചും ജീവിതം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരവസ്ഥ പ്രാപിക്കുവാൻ നമുക്ക് ഏവർക്കും പറ്റുമെന്ന് നിങ്ങൾ നോക്കൂ. നിങ്ങൾ എന്ത് പരിഹാരം എന്നൊരു വിശ്വാസി ചോദിക്കൂല. ഒരു വിശ്വാസി ചോദിക്കൂല എന്താ പരിഹാരം ചോദിക്കൂല. എന്താ ചോദിക്കാത്ത സുഹൃത്തുക്കളെ? എന്താ ചോദിക്കാത്തത്? എന്ത് പ്രശ്നവും പരിഹരിക്കാൻ അള്ളാഹുവിന് പറ്റും.
ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എന്ത് വരും, എങ്ങനെ ചോദിക്കരുത്, എന്തിനും പരിഹാരം ഉണ്ടാക്കാൻ അള്ളാഹുവിന്. ആ അള്ളാഹു പറയുന്നത് എന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നെ വിളിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. സുഹൃത്തുക്കളെ, ഇതിൽ നിരാശപ്പെടുന്ന ഒരാളുണ്ട്. ഞാൻ പറഞ്ഞു, ഡോക്ടർമാർ ചിലപ്പോൾ നമ്മൾ നിരാശപ്പെടുത്തും, മരുന്നുകൾ നമ്മൾ നിരാശപ്പെടുത്തും, ചിലപ്പോൾ അയൽവാസികൾ നമ്മളെ നിരാശപ്പെടുത്തും, സ്വന്തം മാതാപിതാക്കൾ നമ്മളെ കൈയൊഴിയാം, എന്തു സംഭവിക്കാം. പക്ഷേ എന്റെ പ്രശ്നത്തിനൊരു പരിഹാരമില്ല എന്നൊരു വിശ്വാസി പറയും. ഒരു വിശ്വാസി പറയോ, വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങൾ റബ്ബ് പറയുന്നു, എന്നോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. സുഹൃത്തുക്കൾ, പ്രാർത്ഥന കൊണ്ട് നേടാൻ പറ്റാത്ത എന്താണ്? ഇപ്പൊ ശരിയായ വിശ്വാസവും ശരിയായ ഈമാനും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ നമ്മുടെ വിശ്വാസങ്ങളെ കൊണ്ടും അറിവുകളെ കൊണ്ടും നമുക്ക് പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അറിയാനും മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിക്കുക, പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി സംരംഭങ്ങളും ഒട്ടനവധി കാര്യങ്ങളുമുണ്ട്. സുഹൃത്തുക്കളെ, പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പല കാര്യങ്ങൾ വിചാരിക്കും. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് പരിഹാരം എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ദീന് പഠിക്കുക എന്നതിന് നിങ്ങൾ എത്ര താല്പര്യം കാണിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ കുടുംബം മാറും, കുട്ടികൾ മാറും, സ്വന്തം മാനസിക നിലയും ജീവിതാവസ്ഥയും മാറും. നമുക്ക് സമാധാനത്തിലേക്ക് വരാൻ പറ്റും. അൽഹംദുലില്ലാഹ്, എല്ലാ ബൗണ്ടറികളും തടസ്സങ്ങളും മാറ്റി കേൾക്കരുത്, പഠിക്കരുത് എന്തൊക്കെയുള്ള എല്ലാ പ്രചാരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പഠനത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പീസ് റേഡിയോ, സുഹൃത്തുക്കളെ, ഒരു ടൈമിൽ 1.5 ലക്ഷത്തോളം ആളുകൾ കേൾക്കാണ്. അത് കേൾക്കുന്നില്ല ദീനിന്റെ 24 മണിക്കൂർ ഒരാൾക്ക് ദീന് കേൾക്കാൻ വീട്ടിൽ പ്ലേ സ്റ്റോർ കയറി പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് സാധിക്കും. അൽഹംദുലില്ലാഹ്, നേരത്തെ പറഞ്ഞല്ലോ, പീസ് റേഡിയോ വഴി ഖുർആൻ പഠിക്കാനുള്ള അവസരം. പീസിൽ ഒരു ആഴ്ചയിൽ 2-3 ക്ലാസ്സുകൾ മുസാഫ് മുന്നിൽ തുറന്നു വെക്കുക, റേഡിയോ ഓണാണ്. എങ്ങനെ ഓതണം, എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ ആശയം, എന്തൊക്കെ ഗുണപാഠങ്ങളായിരുന്നുള്ളത് ഒക്കെ അറിവുള്ള ആളുകൾ ശരിക്കും പഠിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന സംരംഭം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പീസ് റേഡിയോ കയറി രജിസ്റ്റർ ചെയ്യാമെന്ന സംരംഭം നമ്മൾ പഠിക്കുക, നാം പഠിക്കുക, അതേപോലെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ജുമാ ഖുതുബകൾ സുഹൃത്തുക്കളെ വളരെ വലിയൊരു സംഭവമാണ്. ഒരു 10-20 മിനിറ്റുള്ളുവെങ്കിലും കേരളത്തിൽ നടക്കുന്ന എല്ലാ ഖുതുബകളും ഇന്ന് വാട്സപ്പുകളിൽ ലഭ്യമാണ്. എത്ര അറിവുകൾ, ആൾക്കാർ കാത്തിരിക്കണം. ഒരു പള്ളിക്ക് ജുമാക്ക് പോയി തിരിച്ചു വന്നിട്ട് പിന്നെയും അടുത്ത ഖുതുബക്ക് വേണ്ടി ആൾക്കാർ കാത്തിരിക്കും. ഒരു 5 മിനിറ്റ് 1000 ചില്ലാനും ദിവസങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങില്ല. ഈ ജലപ്രളയത്തിന്റെ സമയത്ത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും സ്തംഭിച്ചു നിന്നപ്പോൾ പോലും വാട്സപ്പിൽ ആ ബീപ്പ് സൗണ്ടോടുകൂടെ നേർവഴി സുബഹിയാകുമ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് എത്തിയിരുന്നു. 5 മിനിറ്റ് ഹ്രസ്വ പ്രഭാഷണം, ആർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു സമയം. സുഹൃത്തുക്കളെ, എല്ലാം അറിവുകൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് കേൾക്കാൻ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഈ സന്ദർഭങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. പുതിയ തലമുറ തികച്ചും വഴിവിട്ടൊരവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചകൾ, നേർക്കാഴ്ചകൾ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ സുഹൃത്തുക്കൾ നമുക്ക് നോക്കി നിൽക്കാനാവില്ല. എല്ലാ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ കുടുംബങ്ങളും എല്ലാ ആളുകളും നമ്മുടെ പുതിയ തലമുറയെ സംസ്കാരത്തിലേക്കും നന്മയിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ അടുത്ത ഭാവി അപകടത്തിൻ്റെതാണ്. ഈ യുവാക്കളായ കുട്ടികളെ കുറിച്ചൊക്കെ രക്ഷിതാക്കന്മാർ വന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പേടി. അവർ വേണ്ടത് ഇവൻ വീട്ടിലുണ്ടാകുമ്പോൾ ഉറങ്ങാൻ ധൈര്യമാണ്. മകൻ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു കള്ളം വീട്ടിൽ കയറിയ മാതിരി വാപ്പിൽ നിന്ന് കടന്നുറങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പുതിയ കാലം എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അത്ര അപകടകരമാണ്. ഇപ്പൊ പുതിയ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ പേരൊന്നും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓരോ സ്ത്രീകളും അവർക്ക് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ വിളിച്ചു പറയും. അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത് എന്തൊരു അപകടകരമായ അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. വലിയ വലിയ മഹത്തുക്കളും ജനസമ്മതരുമായിട്ടുള്ള ഒട്ടനവധി മാന്യന്മാർ ഒരു പെണ്ണിന്റെ ഒരു പ്രസ്താവന കൊണ്ട് എന്താണ് ആളുകളുടെ മനസ്സിൽ നിന്നും മറമാടപ്പെട്ടു പോവുകയാണ്, മരിച്ചു പോവുക. അങ്ങനത്തെ ഒരു പുതിയ കാലഘട്ടം നാം അറിയേണ്ടത് സുഹൃത്തുക്കളെ നല്ല സൂക്ഷ്മതയും നല്ല ജാഗ്രതയും നമുക്ക് ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും സുരക്ഷിതത്തിനും സമാധാനത്തിനും ആവശ്യമാണെന്നൊരു പുതിയ കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത്തരം പ്രഭാഷണങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ നമ്മൾ മനസ്സിലാക്കാം. അതോടൊപ്പം കേൾക്കാനുള്ള എല്ലാ അവസരങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക. വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സുഹൃത്തുക്കളെ ബഹളങ്ങളും ഒത്തിരി കാര്യങ്ങൾ നടക്കുമ്പോൾ എല്ലാറ്റിലും
ആളുകളെ ഏറ്റവും നല്ല ആളുകൾക്ക് എല്ലാ വിഷയങ്ങളിലും അത് വെറും ഇതിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന സർവ്വ മനുഷ്യരുടെയും നന്മകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു മഹത്തായ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗീയതയും കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി നാം ഉൾക്കൊണ്ട സത്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക, നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ ആളുകളെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സഹായിക്കുക. അള്ളാഹുവിന്റെ മഹത്തായ ഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ എങ്ങനെയൊക്കെ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുക എന്നൊരു മഹത്തായ ദൗത്യമാണ് ഈ മഹത്തായ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇത്രയും നിറഞ്ഞൊരു സദസ്സ് ഒരു രാത്രി പ്രഭാഷണത്തിനുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും കർമ്മനിരതമായി ഈ രംഗത്ത് പ്രവർത്തിക്കുകയും അറിവുകൾ നേടുകയും ചെയ്യും. സമൂഹത്തിൽ പെട്ടെന്ന് നന്മ വരുത്തുവാനും നന്മ കൊണ്ടുവരുവാനും നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾക്ക് പറ്റും. അൽഹംദുലില്ലാഹ്, തിരൂരങ്ങാടി എനിക്കെന്നും ഹൃദയബന്ധമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടം കഴിച്ചുകൂട്ടിയത് പഠനരംഗത്ത് ഇവിടെയാണ്. ഇവിടുത്തെ ആളുകളോടൊക്കെ ധാരാളം ആത്മബന്ധവും സൗഹൃദ ബന്ധമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വരുമ്പോഴും കാണുമ്പോഴുമെല്ലാം ആ ഒരു ഗൃഹാതുരത്വം ശരിക്കും മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊരു ആത്മബന്ധമാണ്. ഈ ബന്ധങ്ങൾ നിലനിൽക്കുവാനും ഈ രംഗത്ത് ആത്മാർത്ഥമായി മുന്നോട്ട് പോകുവാനും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയതും ഈ നന്മകൾ ശ്രമിച്ചതും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പരലോകത്ത് ഒരു സ്വീകരിക്കപ്പെടുന്ന കർമ്മമായി നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സത്യം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ശ്രമങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു രോഗശമനത്തെ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.